മകനെ ഞാൻ യാഗമർപ്പിച്ചാൽ കർത്താവ് അവനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ച് തരും എന്ന വിശ്വാസം. ഇനി അഥവാ കർത്താവ് തീരുമാനിക്കുകയാണ് നമുക്ക് വേണ്ട, ഇസ്ഹാക്കിനെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ലാത്തിടത്ത് നിന്ന് ദൈവം മക്കളെ ഉണ്ടാക്കി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് എബ്രഹാം വിശ്വസിച്ചു. അതുവരെ എബ്രഹാം ഈ ഉൽപ്പത്തി 15 ശരിക്കും ദൈവം അവനെ വിളിച്ചുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിക്കുന്നത്. അതിനു മുമ്പ് അതിന് ശേഷമൊക്കെ ആയാലും എബ്രഹാം വളരെ ബലഹീനതകളുള്ള ഒരാളായിരുന്നു. നമുക്കൊരു പെർഫെക്റ്റ് മാൻ എന്നൊന്നും പറയാൻ പറ്റുന്ന ആളായിരുന്നില്ല എബ്രഹാം. എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിരുന്നോ ഒക്കെ ഒരു ഭയാനകമായി തോന്നിയൊരു കാര്യം, എബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പം സാധാരണ ഭർത്താക്കന്മാരെന്താ പറയുന്നത്, എൻ്റെ ഡെഡ് ബോഡിയുടെ മുകളിൽ, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. എബ്രഹാം പറഞ്ഞതെന്ന് വെച്ചാൽ നിന്നെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകട്ടെ, ഞാൻ ആങ്ങളെയാണെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിച്ചു വിട്ടേക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഭർത്താവ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഭയങ്കര വിഷമം അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? ഭാര്യ ഒരു അപകടത്തിൽപ്പെടുമ്പം ഭർത്താവ് പറയാണ്, നിന്നെ അവർ തട്ടിക്കൊണ്ട് പോകുമ്പം നീ പോകുന്ന വഴിയിൽ എന്നെ കുരുക്കരുത്, ഞാൻ എങ്ങനെയും പോയി ജീവിച്ചോളാം, ഞാൻ ഭർത്താവാന്നുള്ള കാര്യം പറഞ്ഞ് അവരെന്നെ കൊല്ലും, അതുകൊണ്ട് ആങ്ങളെയെന്ന് പറഞ്ഞാൽ മതി. അത്രയും ധൈര്യമായിരുന്നു എബ്രഹാമിന്. പക്ഷേ ഈ കൊച്ചിനെടുത്തുകൊണ്ട് പോകുമ്പോൾ എബ്രഹാം വേറൊരാളാണ്. ഈ വേറൊരാളാക്കി എബ്രഹാമിനെ മാറ്റിയത് ദൈവമാണ്. അത് വിശ്വാസമാണ് അവനെ നീതീകരിച്ചതും ആ വിശ്വാസമാണ് എബ്രഹാമിനെ അങ്ങനെ ആക്കിയതും. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇത് നീതീകരണം എന്ന് പറയുന്നത് ചുമ്മാ ദൈവം പറയുന്നൊരു വാക്കല്ല. ആ നീതീകരണം എന്ന് പറയുന്നത് നീതിയിലൂടെ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വെറുതെ എംപ്റ്റി ആയിട്ട് ഇങ്ങനെ വന്നു പോകുന്നൊരു കാര്യമല്ല. യു ആർ ജസ്റ്റിഫൈഡ് എന്ന് ദൈവം പറയുമ്പം വെൻ ഗോഡ് സേസ് ചേസ് ജോസഫ് ഈസ് റൈച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. കാരണം ഗോഡ്സ് ഡിക്രീ ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം എബ്രഹാം ഈസ് റൈച്ചസ് എന്ന് ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എബ്രഹാമിന് റൈച്ചസ് അല്ലാതാകാൻ പറ്റില്ല. ഹീ വിൽ ബിക്കം റൈച്ചസ്. അതെങ്ങനെ തെളിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജെനുവിൻ ഫെയ്ത്ത് ഉള്ളിൽ വന്നപ്പോൾ അത് പ്രവൃത്തികളെ ഉളവാക്കിയപ്പോഴാണത് എബ്രഹാം ശരിക്കും ഒരു നീതിമാനായി. ആന്തരികമായുള്ള റൈച്ചസ്നെസ് അവന് ലഭിച്ചുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സർക്കംസിഷനൊക്കെ പുറമേ ഉള്ള റൈച്ചസ്നെസ്സിനെ കാണിക്കുമ്പം ഈ അനുസരണം, അത് അത്ര വലിയൊരു അനുസരണത്തിലേക്ക് എബ്രഹാം പോയപ്പോഴാണ് അത് എബ്രഹാമിന് എന്താ പറയുന്നത്, ഈ ആന്തരികമായൊരു ക്യാരക്ടർ ചേഞ്ച്, ഒരു മാറ്റം വന്നിരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. ഇത്തിരി കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഹി ബിലീവ്ഡ് അഗെയിൻസ്റ്റ് ഹോപ്പ് എന്നാണ്. അതായത് ആശയ്ക്കെതിരായ ആശ. നമ്മൾ ശരിക്കും പ്രത്യാശ എന്ന് പറയുന്നതിൻ്റെ മലയാളത്തിൽ നമ്മളതിനെ വിഗ്രഹിച്ചാൽ എന്ന് പറയുന്നത് എന്താണെന്നറിയാമല്ലോ അല്ലേ? വാട്ട് ഈസ് ഇറ്റ്? നമ്മൾ അതിനെ ഘടകമായിട്ട് തിരിച്ചാൽ പ്രതിയാശയാണ്. പ്രതിയാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയ്ക്കൊരു വക ഇല്ലാത്തടത്ത് കിട്ടുന്ന ആശയാണ് പ്രത്യാശ. ഈ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആക്കുകയില്ലെന്ന്. പ്രത്യാശയ്ക്ക് ഒരു ഓപ്പോസിറ്റ് ഇല്ല. ആശയ്ക്ക് നിരാശ എന്ന് പറയാം, പക്ഷെ പ്രത്യാശയ്ക്ക് ഒരു ഓപ്പോസിറ്റ് വാക്കില്ല. കാരണം പ്രത്യാശ എന്ന് പറയുന്നത് അചഞ്ചലവും മാറാത്തതുമാണ്. അത് ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അതിന് നെഗറ്റീവ് മലയാളം ഭാഷയിലും ഇല്ല. ഉണ്ടോ? നിങ്ങൾ തപ്പി നോക്കിയേ? ഇല്ല. ഓക്കെ. അപ്രത്യാശ എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഓക്കെ. അപ്പോൾ അവസാനം ഈ എബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്താണെന്ന് പറയുന്നിടത്താണ് ഈ ഉപദേശത്തിൻ്റെ മനോഹരത്വം, ബ്യൂട്ടി നമ്മൾ കാണുന്നത്. അത് 22 വാക്യം മുതലാണ്, 4:22 മുതൽ. നമ്മൾ ഈ എബ്രഹാമിൻ്റെ ലൈഫ് നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന് പഴയ നിയമം മാത്രം അറിയുന്ന ഒരാൾ നോക്കുന്ന പോലെ കാണുമ്പോൾ എബ്രഹാമിനെ വേറെ രീതിയിലാണ് കാണുന്നത്. എന്നാൽ പുതിയ നിയമം വായിച്ച ശേഷം എബ്രഹാമിൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ വേറൊരു എബ്രഹാമിനെ കാണും. ഈ പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഭാഗമായി നിഴലുകളായതുകൊണ്ട് നിഴലുകളിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിമിതമായ അറിവ് മാത്രമേ നമുക്ക് പഴയ നിയമത്തിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ അന്ധനായ ഒരു മനുഷ്യൻ ആനയെ കാണാൻ പോകുമ്പം ഒരുത്തൻ അതിൻ്റെ വാലേ കയറി പിടിച്ചിട്ട് ഇത് ചൂലാണ്, ആന എന്ന് പറഞ്ഞാൽ ചൂല് പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ യഹൂദന്മാർ ഈ ബൈബിൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഇതിൻ്റെ പൊരുൾ തിരിക്കാൻ അറിയത്തില്ല. ഇന്നും അവരങ്ങനെ ചെയ്യുന്നത്. ഇന്നും ഈ പഴയ നിയമം എടുത്ത് വീശുന്ന ആൾക്കാർ ഈ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് വന്ന കാര്യം പോലും മറന്നു പോയിട്ടാണ് ഇത് എടുത്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒന്നും കൂടെ എബ്രഹാമിനെ നോക്കുമ്പോൾ എബ്രഹാം സീംസ് ലൈക്ക് ക്വൈറ്റ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. നമ്മുടെ പഴയ നിയമത്തിലാണ് വായിക്കുന്ന എബ്രഹാമിന് അപ്പുറത്തോടെ മാർമികമായി വേറൊരു എബ്രഹാമിനെ നമുക്ക് ഈ റോമാലേഖനത്തിലൂടെ കാണാം. അപ്പോൾ ഇതിൻ്റെ 4:22 പറയുന്നത് ദാറ്റ് ഈസ് വൈ ഹിസ് ഫെയ്ത്ത് വാസ് കൗണ്ടഡ് ടു ഹിം ആസ് റൈച്ചസ്നെസ്. അപ്പോൾ ദൈവം അവൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കാൻ ശക്തൻ. അതെൻ്റെ ശക്തി അതിന് ആധാരമല്ല, ഞാൻ എന്തെങ്കിലും ആണോ അല്ലയോ എന്നുള്ളതിന് പ്രശ്നമല്ല. ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കാൻ ദൈവത്തിന് എൻ്റെ സഹായം ആവശ്യമില്ല എന്നുള്ള ആ ഒരു തീരുമാനം. അപ്പം എൻ്റെ സഹായം ആവശ്യമില്ല, പിന്നെ ഞാൻ ഈ ഇസ്ഹാക്കിൻ്റെ ജീവിതം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനൊരു സഹായമോ എൻ്റെ ഭാഗത്ത് ദൈവത്തിന് ആവശ്യമില്ല. ദൈവം പറയുന്ന അനുസരിച്ചാൽ മതി. ദൈവത്തിന് ഇത് നിവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു. 22 വാക്യത്തിൽ പറയുന്നത് ദാറ്റ് ഈസ് വൈ ഹിസ് ഫെയ്ത്ത് വാസ് കൗണ്ടഡ് ടു ഹിം ആസ് റൈച്ചസ്നെസ്. അതുകൊണ്ട് അവൻ്റെ വിശ്വാസം എന്തായി കണക്കിട്ടു? നീതിയായി കണക്കിട്ടു. അപ്പോൾ ആ ഫെയ്ത്ത് അവൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോഴേക്കും ആ ഫെയ്ത്തിനെ ദൈവം
നീതി എന്ന് കണക്കിട്ടു. അടുത്ത വാക്യം നോക്കിയാണ്, ബട്ട് ദ വേർഡ്സ് ഇറ്റ് വാസ് കൗണ്ടഡ് ടു ഹിം വെയർ നോട്ട് റിട്ടൺ ഫോർ ഹിസ് സേക്ക് അലോൺ എന്ന് പറഞ്ഞാൽ അവന് കണക്കിട്ടു എന്നുള്ളത് അവനെ ഉദ്ദേശിച്ച് മാത്രമല്ല, നമ്മെ ഉദ്ദേശിച്ചും കൂടെ ആകുന്നു. അപ്പോൾ എബ്രഹാമിൻ്റെ ഫെയ്ത്തിന് സിമിലറായ ഒരു ഫെയ്ത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം നീതിമാനെന്ന് വിളിക്കും. ചുമ്മാ വിശ്വാസം പോരാ, അത് എബ്രഹാമിൻ്റെ ഫെയ്ത്ത് ആയിരിക്കണം. അത് കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. ഈ പരീശന്മാർ ശാസ്ത്രിമാർ ഞങ്ങൾ എബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എബ്രഹാമിൻ്റെ മക്കളായിരുന്നെങ്കിൽ വിശ്വസിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആരുടെ മക്കളാണ്? സാത്താൻ എന്ന പിതാവിൻ്റെ മക്കളാണ്. എബ്രഹാമും സാത്താനും വിശ്വാസമുണ്ട്. ഉണ്ടോ? സാത്താനും വിശ്വാസമുണ്ടോ? ഉണ്ട്. എബ്രഹാമിൻ്റെ വിശ്വാസത്തിനും സാത്താൻ്റെ വിശ്വാസത്തിനും ഒരു വലിയ വ്യത്യാസമുണ്ട്. എബ്രഹാമിനും അറിയാം, സാത്താൻ അറിയാം ദൈവം കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് പാപികളെ രക്ഷിക്കാനാണ്. ഏറ്റവും വലിയ പാപി സാത്താനാണ്. പക്ഷെ അവൻ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതിനാണ് സാത്താൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അത് യാക്കോബ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ദൈവമാണ് നടത്തിയത് നമ്മൾ പറയില്ലേ? നമ്മൾ ഇത്രത്തോളം വിത്ത് ഓൾ വൈബ്രേഷൻസ് നമ്മളങ്ങനെ പറഞ്ഞാലും വേറൊരാൾ ഒന്ന് പൈസ ചോദിക്കാൻ നമുക്ക് കൊടുക്കാൻ മടിയാണ്. അതെന്താ? ദൈവം തന്നാണ് പിന്നെ ദൈവം തരികയല്ലേ? ദൈവം തന്നതാന്ന് നമ്മൾ കൺഫസ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താ അറിയാം? ഇത് കുറേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ ഇല്ലേ? അതുകൊണ്ട് ഇതിങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെ നിന്ന് വരും? അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണ്ടേ? വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് യാക്കോബ് പറയാണ് ഭയങ്കര വിശ്വാസം എന്ന് പറയുകയും അതേ സമയത്ത് അയൽവക്കക്കാരൻ വന്ന് എനിക്ക് ജീവിക്കാൻ വകയില്ല സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ബ്രദറെ, സമാധാനമായിട്ട് തീയും കാഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോ, ഒരു കുഴപ്പം വരുത്തതില്ല, ദൈവം സഹായിക്കും. എന്നാൽ കയ്യിരിക്കുന്ന ഒരു 500 ദിർഹം അങ്ങ് കൊടുത്താൽ അവൻ്റെ കാര്യം ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. അത് ചെയ്യൂല. കാരണം ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നില്ല. ആ ഫെയ്ത്ത് വർക്ക് ചെയ്യാത്ത ഫെയ്ത്ത് സാത്താൻ്റെ ഫെയ്ത്ത് പോലെയാണെന്നാണ് യാക്കോബ് പറയുന്നത്. എബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ഫെയ്ത്താണ്. അതാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഫലം പുറപ്പെടുവിക്കാത്ത ഫെയ്ത്ത് അത് തുടക്കത്തിൽ തന്നെ ചത്തതാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഫെയ്ത്ത് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ്, ദാറ്റ് ഫെയ്ത്ത് ഡസ് നോട്ട് ജസ്റ്റിഫൈ എനിവൺ. ഓക്കെ, അപ്പോൾ ജെന്യുവിൻ ഫെയ്ത്ത് വിൽ പ്രൊഡ്യൂസ് വർക്ക്സ്. ഓൺലി ദാറ്റ് ജെന്യുവിൻ ഫെയ്ത്ത് ജസ്റ്റിഫൈസ് എനി പേഴ്സൺ. ആ ജെന്യുവിൻ ഫെയ്ത്ത് എന്താ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നോക്കുകയാണ് അങ്ങോട്ട് അടുത്ത വാക്യം. ബട്ട് ദ വേർഡ്സ് ഇറ്റ് വാസ് കൗണ്ടഡ് ടു ഹിം വെർ നോട്ട് റിട്ടൺ ഫോർ ഹിസ് സേക്ക് അലോൺ ബട്ട് ഫോർ അവേഴ്സ് ഓൾസോ. അപ്പം നമുക്കും അതിനോട് സിമിലറായ അതുപോലെ തന്നെയുള്ള ഒരു വിശ്വാസം, അതുപോലെ തന്നെയുള്ളൊരു വിശ്വാസം നമുക്കും ഉണ്ടെങ്കിൽ അത് നമുക്കും നീതിയായി തന്നെ കണക്കിടാൻ ആ ഫെയ്ത്ത് മതി. കാരണം നമ്മൾ ഇന്നലെ കണ്ടത് ഒരു മനുഷ്യർക്കും അവൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് പോകാൻ സാധിക്കില്ല. സൽപ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് സൽപ്രവൃത്തി തന്നെ അപകടം. ഈ നാട്ടിൻപുറത്ത് സാധാരണ ജൂൺ മാസത്തിൽ നടക്കുന്നൊരു സൽപ്രവൃത്തി ഉണ്ട്. എന്താണെന്നറിയോ? പിള്ളേർക്ക് പുസ്തകവും ബാഗും കൊടുക്കുക. ഞാൻ അങ്ങനെ ഒരു ചടങ്ങിൽ അബദ്ധത്തിൽ പെട്ടുപോയിരുന്നു. ഇവരിങ്ങനെ പുസ്തകവും ബാഗും ഒക്കെ എടുത്ത് വെച്ചിട്ട് പാവപ്പെട്ട പിള്ളേർ ഒരു സൈഡിൽ ഇരിക്കുന്നു. അവർ വന്ന് ക്യൂ ആയിട്ട് ആ ദാനം സ്വീകരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അവരുടെ ദാരിദ്ര്യം പരസ്യമാക്കപ്പെടുന്നു. ഈ കൊടുത്ത ആൾക്കാർ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നു. അവരെ മെയിൻ ഗസ്റ്റുകളാണ്. ഈ കൊടുത്ത ആൾക്കാരെ നമ്മൾ ഭയങ്കര ബഹുമാനമായിരിക്കും. കാരണം മാമോൻ കയ്യിലുള്ളവരെ മാത്രമേ ആൾക്കാർ ബഹുമാനിക്കുള്ളൂ. എന്നാൽ പിന്നെ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ തലേദിവസം ചെന്നിട്ട് അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ ഒരു ബാഗ് മേടിച്ച് കൊടുത്തിട്ട് കൊച്ചിനിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ അഭിമാനത്തോടെ ആ സാധനം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയിരുന്നു. ഇപ്പം ഇത് മേടിച്ചു കൊടുത്തവൻ്റെ അപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ പറയും എൻ്റെ അപ്പം മേടിച്ചു കൊടുത്ത ബാഗാന്ന് നാളെ പറയും, നീ കൊച്ചു കേൾക്കണം. സൽപ്രവൃത്തി ചെയ്യാൻ പോയതാ. എന്ത് സൽപ്രവൃത്തി ചെയ്താലും അപകടമാണ്. നിങ്ങളുടെ ചർച്ചിനൊരു ഫാൻ മേടിച്ചു കൊടുത്താൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് അപകടമാണ്. പിന്നെ നോക്കുമ്പോൾ ഫാൻ നോക്കും, ഞാൻ മേടിച്ചു കൊടുത്ത ഫാൻ. ഞാൻ ഒരു ചർച്ച ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കസേര മേടിച്ചു കൊടുത്താൽ ആ കസേര മേടിച്ചു കൊടുത്തതിൻ്റെ ഗമ നമുക്ക് എത്ര തൂത്താലും പോകില്ല. അപ്പോൾ ഒരാൾ കഴിഞ്ഞ് പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഞാനാണ് ഇവിടുത്തെ കസേരയൊക്കെ മേടിച്ചതെന്ന് പാസ്റ്റർ എങ്ങാനും പറഞ്ഞായിരുന്നോ എന്ന്. കാരണം അത് എങ്ങനെയെങ്കിലും എന്നോടൊന്ന് പറയണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ? നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തൊരു മഹത്വം നമ്മൾ എടുക്കാതെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. ഇനി ആലോചിക്കുക, നിങ്ങളെ മഹത്വം ഒട്ടും വേണ്ടാതെ ചെയ്തൊരു പ്രവൃത്തി പാടായിരിക്കും. മഹത്വം ഒട്ടും നമ്മൾ മനുഷ്യനെ എടുത്തില്ലെങ്കിലും ദൈവത്തിന് എടുത്തുകൊണ്ട് വെക്കും. ഞാനൊരു മഹത്വം എടുക്കാതെ ചെയ്തതാണ്, നീ എൻ്റെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേക്കണം. ഇത് നമുക്ക് ബാർഗെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഏത് വഴി കിടക്കുന്ന രോഗിയെ നിങ്ങൾ ആശുപത്രി എടുത്തുകൊണ്ട് പോയാലും ആ നീതിക്കകത്ത് തന്നെ ഞാനെന്ന് പറയുന്ന ഒരു സെൽഫ് റൈച്ചസ് പേഴ്സൺ അതിന് തിരിപ്പുണ്ട്. അത് ദൈവത്തിന് വെറുപ്പാണ്. ആ ഐഡലേറ്ററിയുടെ കറ പുരണ്ട ആ സാധനം. എന്താണ് ഈ ഐഡലേറ്ററി എന്നറിയോ? ഞാനതാ നിങ്ങളോട്
എസെക്കിയേലിൻ്റെ 36:25 മുതൽ വായിച്ച് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര പേര് ചെയ്യുന്നത്? ചെയ്യാൻ സാധ്യതയില്ല, ഭയങ്കര തിരക്കല്ലേ. അതുകൊണ്ട് നമുക്കിപ്പം നിങ്ങൾ നഴ്സറി പിള്ളേരെന്നല്ല, അതുകൊണ്ട് വഴക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയാം, അതായിരിക്കും നല്ലത്. എസെക്കിയേൽ 36:25 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ് വീണ്ടും ജനനം സംഭവിക്കുന്നതെന്നാണ്. അവിടെ വെള്ളം എന്താണ് ചെയ്യുന്നത്, ആത്മാവ് എന്താണ് ചെയ്യുന്നത്, രണ്ടും എഴുതിയിട്ടുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു തിയോളജിക്കൽ കാര്യമാണ്, പക്ഷേ അത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ല, അത് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അതിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തെളിക്കും. സ്നാനം നമ്മൾ ചെയ്യുന്ന പണിയാണ്, എന്നാൽ ഇത് ദൈവം ചെയ്യുന്ന പണിയാണ്. ഇത് തിത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് വാഷിംഗ് ഓഫ് റീജനറേഷൻ, നമ്മൾ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി ഉയരത്തിൽ നിന്നുള്ളൊരു കഴുകൽ. ഓക്കെ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ പറ നിർമ്മലരായിത്തീരും. അടുത്ത വാക്യം, ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും നീക്കി. നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും പോകാത്ത മലിനതകളെ ഞാൻ എങ്ങനെ നീക്കി സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് കർത്താവ് തന്നൊരു ബോധ്യമാണ് ഈ വിഗ്രഹാരാധനയെക്കുറിച്ച്. ഞാൻ +1 പഠിക്കുമ്പോൾ, അന്ന് +1 അല്ല, അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി 1-ാം വർഷം പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ അന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരി സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ ഞാൻ പോയി. അതിന് പുറകിലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനൊരു ചിന്ത എനിക്കുണ്ടാകാൻ. ഞാനിങ്ങനെ അവരുടെ ചാർത്ത് പോലെ ഉണ്ട്, കാരണം എല്ലാവർക്കും കൂടെ ചർച്ച നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലെ ചാർത്ത് പോലെ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ പോയി ഈ ജനലിനിടയിലൂടെയാണ് കുർബാന കാണുന്നത്. കണ്ടാൽ മതി നമുക്ക്, അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ചെയ്യാനൊന്നും പണിയൊഴിയൊന്നുമില്ല. അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതും പുകയ്ക്കുന്നതൊക്കെ നമ്മളൊന്ന് കണ്ടാൽ മതി, ഒരു സമാധാനമാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, പല പണികൾ ചെയ്യുന്നു. കപ്പ്യാർ ഒന്ന് കുന്തിരിക്കോട്ട് കൊടുക്കുന്നു, അതെടുത്തുകൊണ്ട് വീശുന്നു. ഞാൻ ആലോചിക്കും, യേശു ക്രിസ്തു ഇങ്ങനെ ചെയ്യുന്നു, പത്രോസ് കുന്തിരിക്കോട്ട് പുറകെ വരുന്നു, അന്ത്രോസ് ഇപ്പുറത്ത് മണിയടിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമോ? പിന്നെ ഈ ഫോട്ടോ എല്ലാം വരച്ചിട്ട് എൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നു. അതോടുകൂടി ഞാൻ പരിപാടി നിർത്തി. എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് വന്ന്, ഞാൻ വീണ്ടും ജനിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ ഉള്ളിലൊരു ശബ്ദമുണ്ട്, ദിസ് ഈസ് ഇൻ്റലക്ച്വൽ ഡിസോണസ്റ്റി. കാരണം ദൈവം ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അന്ന് അവസാനിപ്പിച്ചാണ് ഈ ഓർത്തഡോക്സ് ചർച്ചുമായിട്ടുള്ള ബന്ധം. ഈ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് 16-ാം വയസ്സിൽ ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഇറങ്ങി, പിന്നെ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ വിഗ്രഹാരാധകനാണോ? അല്ലല്ലോ. പക്ഷേ രക്ഷിക്കപ്പെട്ട സമയത്താണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ വിഗ്രഹം പള്ളിയിലും അമ്പലത്തിലിരിക്കുന്ന സാധനമല്ല, നീ തന്നെയാണ്. കാരണം എന്നെ ആരെങ്കിലും പുകഴ്ത്തി പറയുന്ന കേൾക്കുമ്പോണ്ടല്ലോ, എനിക്ക് എന്താ രസമെന്നറിയോ? അത് ഭയങ്കര രസമാണ്. ഞാൻ അയ്യോ എന്നെ ആരും പുകഴ്ത്തണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും ആ പറയുന്നത് കേൾക്കുമ്പം ഒരു രസം തോന്നുന്നു മാത്രമല്ല, ഈ പറഞ്ഞ ആളൊരു ഇത്തിരി സ്നേഹം കൂടുതൽ തോന്നുകയും ചെയ്യും. അത് നമുക്ക് എത്ര തൂത്താലും പോകില്ല. ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ആൻറ്റിമാർ സഹോദരിമാർ ഒക്കെ വരുമ്പം നല്ലതായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം, അങ്ങനെയൊന്നും ഞാനൊന്നും വലിയ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ആക്കുന്നില്ലെന്ന് പറഞ്ഞാലും അത് കാര്യമാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്കത് അറിയാവുന്നതുകൊണ്ട് നമ്മളത് പറയും. പക്ഷെ ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, വിഷമിക്കണ്ട. അപ്പോൾ ഈ ഒരു പുകഴ്ച എന്ന് പറയുന്ന ആ ഐഡലാണ്. അപ്പം ഞാൻ എൻ്റെ ഐഡലിനെ നിങ്ങളൊന്ന് വണങ്ങൂ, എനിക്ക് പ്രധാനപ്പെട്ട ചെയർ തരൂ, എന്നെ റവ എന്നൊന്ന് വിളിക്കൂ, എന്നെ ബഹുമാനിക്കൂ. ഇത് നമ്മുടെ ഉള്ളിൽ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. നിന്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം വിഗ്രഹം ഉടയ്ക്കുന്ന പോലെയാണ്. ഈ ഐഡലിനെ നമ്മൾ പൊന്നു പോലെ കൊണ്ട് നടന്ന് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ കൊണ്ട് വർഷിപ്പിക്കും. ഇതെന്നെ കർത്താവ് കാണിച്ചു തന്ന രക്ഷിക്കപ്പെട്ട സമയത്താണ്. ഞാൻ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി പെട്ട പാട് അതെനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ സാർമാരെല്ലാം എന്നെക്കുറിച്ച് നല്ലത് പറയുള്ളൂ. അത് അത്ര കഷ്ടപ്പെട്ടിട്ട് അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നത്. അതായത് ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിൻ്റെ ഉസ്താദായിരുന്നാലും അവർക്കത് അറിയാൻ പറ്റത്തില്ല. പണ്ട് മർത്തോമയിലൊരു മെത്രാപ്പൊലീത്ത പണ്ട് ജയിലിൽ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ ജയിലിലുള്ള ആൾക്കാരോട് പറഞ്ഞ്, നിങ്ങൾ ശരിക്കും മോഷ്ടിച്ചു, നല്ലവരെ മോഷ്ടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് പിടിച്ചു. ഞങ്ങൾ കള്ളത്തരം കാണിക്കുന്നു, നമുക്ക് നിൽക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പിടിക്കാതെ വെളിയിൽ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് കള്ളത്തരം ചെയ്യാനും അത് മറച്ചു വയ്ക്കാനും ഞാൻ ഏറ്റവും നീതിമാനെന്ന് അഭിനയിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. കർത്താവിൻ്റെ മുമ്പിലേക്ക് നിന്നപ്പോഴാണ് മനസ്സിലായത്, ഈ ഒരു അകത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് അതുപോലെ ഇത് ഞാൻ എത്ര തൂത്താലും പോകാത്ത. അപ്പോൾ എൻ്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ അപ്പൻ്റെ ഫയലിലുണ്ട്. ഹിസ് കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ വെരി ഗുഡ്. ഈ വെരി ഗുഡൊന്നും ആർക്കും കൊടുക്കാറില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഗുഡെന്നോ സാറ്റിസ്ഫാക്ടറി എന്നൊക്കെ എഴുതി കിട്ടുന്നത്.
പുള്ളി വെരി ഗുഡ് എന്ന് പ്രത്യേകമായിട്ട് എഴുതിയ സർട്ടിഫിക്കറ്റ് തന്നെ. കാരണം അത്ര സൂക്ഷിച്ച് നോക്കിയിട്ട് സാർമാർക്ക് ഒരു പിടിയും കിട്ടില്ല ഇവൻ്റെ കുരുത്തക്കേട് എവിടെ ഇരിക്കുന്നുള്ള കാര്യം. സർ കർത്താവ് എക്സ്പോസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കൊലപാതകം ഉൾപ്പെടെയുള്ള പാപങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അതായത് വെറുപ്പ്. ഒരുത്തനും എനിക്കിഷ്ടമില്ല, ആരും ഞാൻ നോക്കിയാലും നീതിമാനല്ല. ഒരു പരീക്ഷന് എങ്ങനെയോ എൻ്റെ ഉള്ളിൽ വളർന്നു വന്ന് ഏത് മനുഷ്യനെ കണ്ടം ചെയ്യുകയും, അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നൊരു സാധനം എൻ്റെ ഉള്ളിലില്ലായിരുന്നു. എനിക്ക് ആരോടും സ്നേഹമില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരൊറ്റ സുഹൃത്ത് പോലും എനിക്കിപ്പോഴില്ല. സ്കൂളിൽ പഠിച്ചവരെയൊന്നും കണ്ട നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, കാരണം ബന്ധങ്ങളില്ല. രക്ഷിക്കപ്പെട്ട ശേഷമാണ് സുഹൃത്തുക്കൾ പോലും ഉണ്ടാകുന്നത്. ഈ ക്രിസ്ത്യാനികളല്ലാത്ത സുഹൃത്തുക്കൾ വരെ അല്ലാതെ ആരോടും സ്നേഹമില്ല, എല്ലാവരുടെ ഒരു മത്സരബുദ്ധിയാണ്. ശരിക്കും കർത്താവ് അപ്പോഴേ തൂക്കി ഇടിച്ച് പൊടിച്ച് നരകത്തിലോട്ട് വിടുക. ഈ നന്മ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവനെ പോലെ അപകടകാരി ലോകത്തില്ല എന്നുള്ളതാണ്. അത് കർത്താവ് ഈ ലോകത്ത് വരുമ്പോഴും ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ടത് പാപികളിൽ നിന്നല്ല, പാപികളല്ല എന്ന് നടിക്കുന്ന നീതിമാന്മാരിൽ നിന്നാണ്. ശരിയല്ലേ? സ്വയം നീതിമാന്റെ നീതിയുടെ കുപ്പായം അത്തിയിലിട്ട് സ്വന്തം പാപങ്ങളെ മറയ്ക്കുന്ന ആളുകളിൽ നിന്നാണ് കർത്താവ് ഏറ്റവും ഘോരമായ എതിർപ്പ് നേരിട്ടത്. അപ്പം ഈ വിഗ്രഹങ്ങളെ കർത്താവ് തകർക്കുന്നത് അവനെ നമുക്ക് വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. അതായത് ഈ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത് ഞാൻ എത്ര അഗ്ലിയാണ്, ഞാൻ എത്ര വൃത്തികെട്ടവനാണ് എന്ന് എനിക്ക് മനസ്സിലാകും. ഇത് ഇന്നത്തെ കാലത്ത് ഈ ഒരു മാനസാന്തര അനുഭവം ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. അവർ വിചാരിക്കുന്നത് യാക്കോബ ശരിയല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ചാടി. ഹിന്ദു വിശ്വാസം ശരിയല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ചാടി. ആ പാസ്റ്റർ ശരിയല്ല, ഞങ്ങൾ അവിടെ നിന്ന് ചാടി. എന്നല്ലാതെ ഞാൻ ശരിയല്ല എന്നൊരു തോന്നലിലേക്ക് ആരും വന്നില്ല. അല്ലെങ്കിൽ വയറുവേദന മാറി ഞാൻ പുറത്തോട്ട് വന്നു, ക്യാൻസർ മാറി ഞാൻ അത് വിട്ട് ഇങ്ങോട്ട് വന്നുള്ളതല്ലാതെ ഞാനൊരു പാപിയാണെന്നും നരകത്തിൽ പോകാനുള്ളതല്ലാതെ ഒരർഹത എനിക്കില്ലായിരുന്നെന്നും കർത്താവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും ദൈവത്തിൻ്റെ കൃപയാണെന്നും അങ്ങനെ ഒരു വീണ്ടും ജനന അനുഭവം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. ഞാൻ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, എവിടെയെങ്കിലും ഞാൻ പാപിയായിരുന്നു, കർത്താവിൻ്റെ പാവങ്ങളെ കാൽവരി ക്രൂശിലെ യാഗത്താൽ ക്ഷമിച്ചെന്നൊരു വാക്ക് പറയുമോ? ഇല്ല. അത് ഈ സാക്ഷ്യത്തിലില്ല. വയറുവേദനയായിരുന്നു, കർത്താവ് മാറ്റി തന്നു, കർത്താവ് മാത്രമേ ദൈവമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങ് പോന്നു. ഇനി അടുത്ത കാലുവേദന ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങ് പോന്നേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ കൃപ അനുഭവിക്കാൻ പറ്റുന്നില്ല. രോഗികൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വൈദ്യനെ കൊണ്ട്. അപ്പം ഞാൻ പാപിയാന്നുള്ളൊരു ബോധം എനിക്കില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം എല്ലാവരെയും പാപത്തിൽ ബന്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപിയാണെന്നുള്ള ബോധമില്ലാത്തവരടുത്ത് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല. So it was imperative that God would condemn everyone to death. God had to do it. Okay. അപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്ത് ഫെയ്ത്ത് ആണ് ഈ എബ്രഹാമിന് തുല്യരാക്കി നമ്മളെ മാറ്റുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് വരുമ്പോൾ റോമാലേഖനം 4:23 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. വായിച്ചോ. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. ഇനിയാണ് എന്താണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അടുത്ത വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നും ആ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നും നമ്മുടെ അതിക്രമങ്ങൾ കാരണമാണെന്നും വിശ്വസിക്കുന്നവർക്കെന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക എത്ര സിമ്പിളാണ് അല്ലേ? അത്ര വിശ്വസിച്ചാൽ പോരെ? നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് കർത്താവ് മരിച്ചതെന്ന് വിശ്വാസമുണ്ടല്ലോ. പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വാസമുണ്ടല്ലോ. മതിയോ? അത് യാക്കോബക്കാരും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? കത്തോലിക്കരും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ? നമുക്ക് നോക്കാം എന്താണ് ആ കുഴപ്പമെന്ന് നോക്കാം. എന്തുകൊണ്ട് ആ ഫെയ്ത്ത് നമ്മൾ കുറച്ചുകൂടെ നിർവചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. യേശു ക്രിസ്തു മരിച്ചിട്ട് തന്നെ എഴുന്നേറ്റ് പോയതാണോ അതോ പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതാണോ? ആലോചിച്ച് പറയണം. കർത്താവ് പറഞ്ഞില്ലേ, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാനിതിനെ പിതാവിനെ കൊണ്ട് പണിയിപ്പിക്കുന്നതാണോ പറഞ്ഞത്? ഞാൻ തന്നെ പണിയുന്നതാണോ പറഞ്ഞത്? എൻ്റെ ജീവൻ വയ്ക്കുവാനും തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കർത്താവ് തന്നെ എഴുന്നേറ്റ് പോയതാണോ അതോ പിതാവ് എഴുന്നേൽപ്പിച്ചതാണോ? ഈ കർത്താവ് തന്നെ എഴുന്നേറ്റ് പോയതാണെന്ന് കൺഫസ് ചെയ്യുന്നതും
പിതാവ് അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് കൺഫസ് ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അതൊരു വലിയ വ്യത്യാസമുണ്ട്. അതായത് കർത്താവിന് വേണമെങ്കിൽ തന്നെ എഴുന്നേറ്റ് പോകാമായിരുന്നു, കാരണം ദൈവമായതുകൊണ്ട്. ദൈവത്തിന് എന്തും ചെയ്യാം. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നമുക്ക് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ വായിച്ചേ. എബ്രായർ 5-ന്റെ 7, 8, 9. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. അപ്പോൾ ഈ വാക്യങ്ങൾ ഒത്തിരി കോൺട്രവേഴ്സ്യലായിട്ട്, എന്ത് മരണത്തിൽ നിന്നാണ് കർത്താവ് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷപ്പെട്ടു എന്നാണ്. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് കർത്താവ് നിലവിളിച്ചു. അങ്ങനെ നിലവിളിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഫിസിക്കൽ മരണത്തിൽ നിന്ന് കർത്താവ് രക്ഷപ്പെടാൻ നിലവിളിച്ചില്ല. നിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു, മരിക്കുകയും ചെയ്തു. അവിടെ പിതാവ് പുത്രൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് പിതാവ് പുത്രൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്. എന്നാൽ കർത്താവ് നിർബന്ധിച്ച് ചോദിച്ചുമില്ല. കർത്താവ് അതിനുവേണ്ടി വന്നതാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കട്ടെ. അപ്പോൾ പ്രേയറിൻ്റെ കൺക്ലൂഷൻ പിതാവിൻ്റെ ഹിതം എന്നുള്ളതായിരുന്നു. പിന്നെ ഏത് മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അപ്പം നമ്മുടെ ചില വലിയ വലിയ പണ്ഡിതന്മാർ, ബാംഗ്ലൂരൊക്കെയുള്ള, പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ പിന്നെ അവർ ഫോൺ ചെയ്യാൻ തുടങ്ങും. അവർ പറഞ്ഞു, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പാപം ചെയ്ത് നേരത്തെ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട്, പാപം ചെയ്തു പോകുമോ എന്നുള്ള ഭയം, അതായത് ആത്മമരണം. പാപം ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ആത്മമരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കരഞ്ഞത് കൊണ്ടാണ് കർത്താവ് പാപം ചെയ്യാതെ രക്ഷപ്പെട്ടത്. ഇതാണ് വലിയൊരു പങ്ക് ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ശാരീരിക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല, എന്നാൽ ആത്മമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതൊത്തിരി കരഞ്ഞാണ് രക്ഷപ്പെട്ടത്. അവിടെ ആ ഇക്വേഷൻ തീർത്തും തെറ്റാണ്. ബിക്കോസ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യവും തൊട്ട് ശേഷമുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കി. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. 10-ാം വാക്യം വായിച്ച അടുത്ത ഇത് കഴിഞ്ഞ ഉടനെയുള്ള വാക്യം. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അപ്പോൾ ശരിക്കും കർത്താവ് കരഞ്ഞത് എന്ത് സ്റ്റാറ്റസിലാണ്? ഏത് പൊസിഷൻ നിന്നുകൊണ്ടാണ് കരഞ്ഞത്? 6 മുതൽ 10 വരെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് നോക്കി. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു എങ്ങനെ പുരോഹിതനായത്? ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നതോട് ഉറച്ചു നിലയോടും കണ്ണുനീരോടും അപേക്ഷാവേദനം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്ക് നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പം ശരിയായില്ലേ? ആ സാൻഡ്വിച്ചിൻ്റെ 2 ഭാഗത്തുള്ള ബ്രെഡും കിട്ടിയല്ലോ. ഇപ്പോഴല്ലേ സാൻഡ്വിച്ച് ആയത്? 2 പാളി ഒരുപോലെ തന്നെ അല്ലേ? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അപ്പോൾ ഒരു പുരോഹിതൻ കരയുന്ന ആർക്ക് വേണ്ടിയാ? ഒരു പുരോഹിതൻ നിലവിളിക്കുന്ന ആർക്ക് വേണ്ടിയാ? 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു നോക്കി. ആ അത് മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന പുരോഹിതന്റെ ഗതികേടാണ്. മനുഷ്യന്റെ ഇടയിൽ നിൽക്കുന്ന പുരോഹിതന്റെ കാര്യം എന്താണ്? അവൻ ജനങ്ങൾക്ക് വേണ്ടിയും കരയണം, അവന് വേണ്ടിയും കരയണം. കാരണം അവനും ബലഹീനതയുള്ളവനാണ്, അല്ലേ? എന്നാൽ കർത്താവിനെ കുറിച്ച് 4:14 കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നേ? 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. കാരണം ദൈവത്തെ ഒരിക്കലും പാപം കൊണ്ട് പരീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുമോ, യേശുവിൻ്റെ പരീക്ഷണങ്ങൾക്കകത്ത് പാപമില്ലായിരുന്നോ? ഇത് നിങ്ങളുടെ കയ്യിൽ NIV എന്ന് പറയുന്ന ഒരു ബൈബിൾ ആയിരിക്കുന്നെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ വേസ് ജസ്റ്റ് ആസ് വി വെയർ യെറ്റ് ഹി ഡിഡ് നോട്ട് സിൻ എന്നാണ്. അതായത് എല്ലാ പ്രലോഭനവും കർത്താവിനുണ്ടായി, പക്ഷെ പാപം ചെയ്തില്ല. ഡിഡ് നോട്ട് സിൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ആരെയോ കണ്ടപ്പം മോഹം തോന്നി,
പക്ഷേ വ്യഭിചാരം ചെയ്തില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് NIV കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാകും. പലതും മനസ്സിൽ മോശമായ ചിന്തകളൊക്കെ ഉണ്ടായി, പക്ഷെ അതിനെല്ലാം യുദ്ധം ചെയ്ത് ജയിച്ചു. അപ്പം ഒന്നും ചെയ്തില്ല, അത് മതിയോ? അത് പോരാ, തെറ്റാണ് ട്രാൻസ്ലേഷൻ. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കറക്റ്റ്, പാപമൊഴികെ സകലത്തിൽ. അത് എന്തുകൊണ്ടാണ് കറക്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇരിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ആയാലും കിങ് ജെയിംസ് വേർഷൻ ആയാലും ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഫിലോസഫിയുള്ള ബൈബിളിലെല്ലാം അതെങ്ങനെ എഴുതിയിരിക്കുന്നറിയോ? അവിടെ എഴുതിയിരിക്കുന്നത്, ഫോർ വി ഡു നോട്ട് ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു ഇസ് അൺഎബിൾ ടു സിമ്പതൈസ് വിത്ത് അവർ വീക്ക്നെസ്സസ്, ബട്ട് വൺ ഹു ഇൻ എവറി റെസ്പെക്ട് ഹാസ് ബീൻ ടെംപ്റ്റഡ് ആസ് വി ആർ, യെറ്റ് വിത്തൗട്ട് സിൻ. ഇതാണ് ട്രാൻസ്ലേഷൻ. ഇത് വേർഡ് ബൈ വേർഡ്. ഇത് തന്നെയാണ് മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഒരു വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പാപം ചെയ്തില്ല എന്നല്ല, യെറ്റ് വിത്തൗട്ട് സിൻ ഹി വാസ് ടെംപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ പാപം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലാ സമയത്തും സാത്താൻ അടുത്ത് വരണമായിരുന്നു. നമ്മുടെ അടുത്ത് സാത്താൻ വരേണ്ട കാര്യമില്ല. എന്തുകൊണ്ടില്ല? നമ്മുടെ അകത്ത് തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. കർത്താവിൻ്റെ അടുത്ത് ഓരോ പ്രാവശ്യവും സാത്താൻ വരണമായിരുന്നു, കാണിച്ചു കൊടുക്കണമായിരുന്നു. കാരണം അകത്തില്ലായിരുന്നു, അകത്തൊരു ഈവിൽ തോട്ട് ഉണ്ടായിരുന്നില്ല. അകത്തെ ആത്മാവിൽ യേശുവിനെ പരീക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഹി ഓൾവേസ് കെയിം നിയർ ഹിം വിസിബിളി. കുറേ നാൾ മാറി നിന്നു, പിന്നെ വന്നുന്നാ അല്ലേ, കുറേ നാൾ കർത്താവിൻ്റെ അടുത്ത് മാറി നിന്നു, ബട്ട് അഗെയിൻ ഹി കെയിം. കാരണം അവന് നേരിട്ടല്ലാതെ പരീക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവ് ആത്മപൂർണനായി മരുഭൂമിയിലേക്ക് നടന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് പാപം ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെയല്ല നമ്മൾ പരീക്ഷ ഇടുന്നത്, അല്ലേ? ശരിയല്ലേ? ഈ ഒരു പരീക്ഷ ഇടുന്നത് എന്തിനു വേണ്ടിയാ? തോക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയല്ലേ? എന്നാൽ കർത്താവിൻ്റെ പരീക്ഷ കർത്താവ് തോക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി അല്ലായിരുന്നു. കർത്താവ് തോക്കില്ല എന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. സാത്താൻ്റെ മുൻപിൽ തോക്കാത്ത, ലോകത്തിന് മുഴുവൻ പാപത്തെയും ചുമക്കാൻ കഴിവുള്ള, ആദമിനെ പോലെ വീണു പോകാത്ത, ഉയരത്തിൽ നിന്ന് ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ് ഇതെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് സാത്താൻ്റെ അടുത്തേക്ക് വിടുന്നത്. It was to prove that he would not sin and he would be untouched by sin. കാരണം he was the only option. വേറെ ഒരു സാധ്യതയില്ല. കാരണം ഇവർ ഏത് സൃഷ്ടിയെ വിട്ടാലും അവിടെ വീണു പോയനെ. പക്ഷെ വീണു പോകാത്ത ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവം തന്നെ ഇറങ്ങി വരേണ്ടി വന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, എനിക്ക് ഈസി ആയിട്ട് എഴുന്നേറ്റ് പോകാം. ഈ ശരീരം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാൻ തന്നെ അതിനെ പണിയും. എനിക്ക് ഈ ജീവിതം ഇവിടെ എൻ്റെ ജീവൻ ഇവിടെ വെക്കാനും എടുക്കാനും അധികാരമുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് തന്നെ എന്തിനാണ് പിന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞതെന്നറിയോ? അത് ഞാനും കൂടെ അവൻ്റെ മരണത്തിൽ ഇൻക്ലൂഡഡ് ആയിരുന്നുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഇപ്പം ഒരു വീട്ടിലെ ഒരു മകൻ, ആ മകൻ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പ്രവേശിക്കാം. പക്ഷെ അവൻ ആ ലോകത്തിലുള്ള കുറേ ദുഷ്ടന്മാരായ കുറേ എണ്ണത്തിനെ, കള്ളുകൂടിയന്മാരും കഞ്ചാവടിക്കുന്നവന്മാരും കുറേ എണ്ണത്തിനെയും കൂടെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം പറയും ഇവിടെ കയറി പോകരുതെന്ന് പറയല്ലേ, പറയല്ലേ? അപ്പം അവരെയും കൂടെ ഇങ്ങോട്ട് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ പാപം കഴുകണം. അവരുടെ പാപം കഴുകി അവരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ എന്തുമാത്രം കരയണോ ആ കരച്ചിൽ മുഴുവൻ നമ്മളല്ല കരയുന്നത്, ഈ മഹാപുരോഹിതനാണ് കിടന്ന് കരയുന്നത്. ഈ യാക്കോപ്പള്ളിയിലൊക്കെ കുർബാനയുടെ അച്ഛൻ ഈ തിരശ്ശീലിട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് പോയിരുന്ന് കമന്ന് കിടക്കും. കമന്ന് കിടക്കുമ്പോൾ എന്താ പുള്ളി ചെയ്യുന്നത് നിങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? ഞാൻ 50 പൈസ രാവിലെ, ഇപ്പം 3 രൂപയാണ്, അന്ന് 3 രൂപയായിരുന്നു, ഇപ്പം എൻ്റെ 10, 20, 50 രൂപയായിരിക്കും. 3 രൂപ കൊടുത്ത് കുർബാന ചൊല്ലാൻ വേണ്ടി പൈസ അടച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് അച്ഛനറിയാം, കൊടുത്തിട്ടുണ്ട്. ആ അച്ഛൻ ഈ മദ്ബാഹയിൽ കിടന്ന് എൻ്റെ പേര് വെച്ചിട്ട് വരുന്നത്, ഇവനും കൂടെ കുർബാനയ്ക്ക് 5 രൂപ വന്നിട്ടുണ്ട്, ഇവനെയും കൂടെ ഓർത്തേക്കണം, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് അവിടെ പുള്ളി കമന്ന് കിടക്കുന്നത്. അപ്പോൾ കർത്താവ് അന്ന് അവിടെ കമന്ന് കിടന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ കർത്താവ് പറഞ്ഞിത്രേ ഉള്ളൂ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായാൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞിത്രേ ഉള്ളൂ, ഞാൻ എഴുന്നേറ്റ് വരുന്നില്ല, ഞാൻ ഈ ചേസിനെ പോലുള്ള കുറേ മഹാപാപികൾക്ക് വേണ്ടി ഒരു യാഗമായിട്ടാണ് മരിക്കുന്നത്. നീ എന്നെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ യാഗം നീ സ്വീകരിച്ചു. യാഗം നീ സ്വീകരിച്ചാൽ ഇത്രയും പേര് ഇൻ, സ്വീകരിച്ചില്ലെങ്കിൽ ഔട്ട്. അപ്പൊ കർത്താവ് പിതാവ് പറയാണ്, മോനെ എങ്ങനെ എഴുന്നേറ്റ് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യാഗം ഈ സക്സസ്ഫുൾ. അപ്പോൾ ആർക്ക് വേണ്ടി കർത്താവ് മരിച്ചോ അവരെല്ലാം അകത്ത്. ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നോ, ആ യാഗത്തിൽ ആരെല്ലാം ട്രസ്റ്റ് ചെയ്യുന്നോ അവരെല്ലാം അകത്ത്.
അപ്പോൾ പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ സാക്ഷ്യമാണ്? ആ യാഗത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നു അവരെല്ലാം നീതിമാന്മാരെന്ന് പിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ബിക്കോസ് ഓഫ് ഹിസ് സാക്രിഫൈസ്. ഇതേ വാക്യം നീതിയും പുനരുത്ഥാനവും തമ്മിലുള്ള ബന്ധം, അതായത് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ നീതിയും പുനരുത്ഥാനവും നീതി തമ്മിലുള്ള ബന്ധം റോമാലേഖനം 10:9 10:9 പറയുന്ന അവനെ കർത്താവെന്ന്, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പൊ എന്തിനാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നേ? അടുത്ത വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. എന്ത് വിശ്വസിക്കണം? പുനരുത്ഥാനത്തിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നേ? നീതിക്കായി. ഈ റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 10 വരെ ഇത് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് അതിലെ പാസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. 5-10 മിനിറ്റിനുള്ളിൽ 9:30 ഒന്ന് വായിച്ചേ. ആകയാൽ നാം എന്തു പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് അവിടെ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു യഹൂദൻ പരീശനാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു പരീശൻ. പാസ്റ്റർ ഒരു യവനൻ. യഹൂദൻ്റെ യവനൻ്റെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ജാതിയൻ. അപ്പം ഞാൻ പരീശനും യഹൂദനും ആയതുകൊണ്ട് ഞാൻ കുറേ കൽപ്പനകളൊക്കെ അനുസരിച്ച് നീതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീതി എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഷേവ് ചെയ്യുന്നത് 5 കിലോ നീതി. ഓക്കെ, എനിക്ക് നല്ലൊരു മീശയായിരുന്നു, അത് എടുത്ത് കളഞ്ഞപ്പം 5 കിലോ നീതി എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ആഭരണം ഊരിയപ്പം ഒരു 20 കിലോ നീതിയും കൂടെ ആഡ് ചെയ്തു. കാരണം വേറെ ആരും ചെയ്യുന്നില്ല അങ്ങനെ. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിസ്സാര പാർട്ടിയാണോ? പിന്നെ അസുഖം വന്നാൽ ഞാൻ ആശുപത്രി പോകാതെ പിടിച്ചു നിന്ന് ഒരു 10 കിലോ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്രയായി മൊത്തം? 35 കിലോ ആയി. പിന്നെ കൃത്യമായിട്ട് ചർച്ചിൽ പോയും വെള്ളവസ്ത്രം ഇട്ടും അങ്ങനെയൊക്കെ പല ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചും ദശാംശം കൊടുത്തുമൊക്കെ ഞാനതൊരു 40 കിലോ ആക്കി മാറ്റി. അപ്പം ഞാൻ ഇടയ്ക്ക് ജാതീയനായ ആളെ നോക്കുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ 5 ഗ്രാം പോലും എടുക്കുന്നില്ല. സിനിമയും കണ്ട് കള്ളും കുടിച്ചു. എക്സാമ്പിൾ കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെ അപ്പം ഞാൻ വിചാരിക്കും, അപ്പം കർത്താവ് വന്ന് ആരുടെ അടുത്തോട്ട് പോകുന്നേ? നിങ്ങൾ പറയാം, ന്യായമായിട്ടും കർത്താവ് ആരുടെ അടുത്തോട്ട് പോകുള്ളൂ? എൻ്റെ അടുത്തോട്ടല്ലേ വരാവുള്ളൂ. കാരണം ഞാൻ ഇത്രയും നീതി ചെയ്ത് ഏതാണ്ട് 50ഓളം കിലോ പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാം നോക്കിയിട്ട് പറയേ, ഇങ്ങനെ ചെയ്തവൻ ആരുണ്ട്? പക്ഷെ അന്നേരമാണ് കർത്താവ് അവൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്നത്. അത് നോക്കിയപ്പോൾ 500 കിലോയാ. ഞാൻ ചങ്കത്ത് കൈവച്ച് പോയി. എൻ്റെ 50 കിലോ അവിടെ ഫിറ്റല്ല. ഉടനെ ജാതീയനായ എന്നായെന്നറിയോ? ഒറ്റ നിലവിളിയായിരുന്നു, അയ്യോ 500 കിലോ നീതി ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ്, കർത്താവേ നീ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോക്കാണ്. ഒറ്റക്കരച്ചിൽ. അവർ നീതീകരിക്കപ്പെട്ട അകത്തോട്ട് പോയി. ഞാൻ 50 കിലോയും തൂക്കി പിടിച്ച് നാട്ടുകാരെ മുഴുവൻ തെറി പറഞ്ഞ് ഞാൻ. മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? എക്സാമ്പിൾ മനസ്സിലായോ? നാട്ടുകാരെല്ലാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം പോക്കാം. ഞാൻ ഇത്രയും ചെയ്ത പോലെ ചെയ്തവരാരുള്ളൂ എന്നാ തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ കാര്യം പോക്കായി. ഈ വിശ്വാസത്താൽ നീതി കിട്ടിയ ആളകത്തേക്കും പോയി. ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പൗലോസ് പറഞ്ഞ് ഇടർച്ചക്കല്ല് എന്നുള്ള വാക്കാണ്. ഇടർച്ചക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കൊച്ചിങ്ങനെ റോട്ടിൽ കൂടെ ഷൂസ് ഇല്ല, ചുമ്മാ കാലും കൊണ്ട് ഒരു ചെരുപ്പയിൽ ഇങ്ങനെ, ഷൂസ് ആയിക്കോട്ടെ കുഴപ്പമില്ല, ഒരു കല്ല് തട്ടി, കല്ല് തെറിച്ചു പോയി അല്ലേ? അങ്ങനെ നല്ല രസം തോന്നി. ഇനി കുറച്ചുകൂടെ ഉയരത്തിലേക്ക് പൊക്കി തൊഴിച്ചേക്കാമെന്ന് വിചാരിച്ച് അടുത്ത കല്ല് അതും നല്ല ഉയരത്തിൽ പോയി. ഇപ്പോൾ നല്ല എക്സൈറ്റഡായി. പിന്നെ ചെന്നൊരു ചെറിയ കല്ല് കണ്ട് ഒരൊറ്റ തൊഴി കൊടുത്ത്. അത് പക്ഷേ വലിയ പാറയുടെ അറ്റമായിരുന്നു. അതേലടിച്ച് അവൻ വീണു. ഇതാണ് യഹൂദന്മാർക്ക് പറ്റിയത്. യഹൂദന്മാർ ശാബത്ത് ശുദ്ധിയായി ആചരിക്കുക, നിസ്സാരം. ദൈവമായ കർത്താവ്, ഒരേ ഒരു കർത്താവ്, വേറെ കർത്താവ്, ഈസി. ഇതാ അടുത്ത് വ്യഭിചാരം ചെയ്യരുത്, അങ്ങോട്ട് നോക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, എല്ലാം അനുസരിച്ചു. പക്ഷേ ഈ കർത്താവിൻ്റെ നീതി വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് പുറമേ ഉള്ള ഒരു ചെറിയ കല്ല് മാത്രമാണ്. ഇതിൻ്റെ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും തോറ്റു എന്നുള്ള കാര്യം ഒരു മനസ്സിലാക്കുന്നില്ല. അവർ അതിൽ തട്ടി വീണു. ഇന്നും രക്ഷയ്ക്കായി പ്രവൃത്തികൾ എന്ന് പറയുന്നവർക്ക് ഇതേ അപകടമാണ് സംഭവിക്കുന്നത്. അതായത് അവരിന്നും പ്രവർത്തിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾ പറയാം. ഇതിനകത്ത് അപകടം എന്താണെന്നുള്ളത് ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ നിങ്ങളോടൊരു പ്രസംഗിക്കും കേട്ടോ. ചിലർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കോമൺ ഗ്രേസ്,
നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ സത്യവിശ്വാസത്തിൻ്റെ പ്രസംഗകനാണ്. ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം നരകത്തിൽ പോകും. എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അന്നേരം നിങ്ങൾ പറയും ഇങ്ങനെ വേണം പ്രസംഗിക്കാൻ. ഇവരെ എന്താ എല്ലാം കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോഴാണ് ഒരു നല്ല പ്രസംഗം വന്ന് വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗൻ. നിങ്ങൾക്ക് ഇതിനകത്ത് കെണി മനസ്സിലായോ? നിങ്ങൾ എന്നോട് ചോദിച്ചേ, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചേ. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. എൻ്റെ പ്രസംഗമാണ്, ഭയങ്കര ആരാധന. നേരം നിങ്ങൾ തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിക്കുക, പാസ്റ്റർ സ്വർഗത്തിൽ പോവോ? അപ്പം ഞാൻ പറയും ഞാൻ പോകും. അങ്ങനെയല്ലേ പറയുള്ളൂ. പോകില്ല എന്ന് പറയാൻ എന്നെ അപ്പം തന്നെ ഇറക്കി വിടേണ്ടി വരും. അപ്പം ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത്? ഞാൻ പോകും, നിങ്ങൾ പോകില്ല. അപ്പം നിങ്ങൾ പോകണമെങ്കിൽ ആരെ പോലെ ആകണം? അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള പുതിയ വഴി ആരെ പോലെ ആയ സ്വർഗത്തിൽ പോവാം? എന്നെ പോലെ ആയപ്പോ ഞാൻ കണ്ണു ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞിട്ടില്ല, സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടില്ല, രണ്ടുടുപ്പുള്ളവനൊന്നും ഇല്ലാത്ത ഒരു കൽപ്പന അനുസരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെതായ ഒരു നീതി ഉണ്ടാക്കി വെള്ള മാസ്കും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിങ്ങൾക്കെല്ലാം സ്വർഗത്തിലേക്കൊരു വഴി തുറന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ എത്ര വലിയ അന്ധനും കുരുടനുമാണ് നിങ്ങൾ ആലോചിക്കുക. അന്ധനും കുരുടനും ഒന്നല്ലേ? വേണ്ട, എത്ര വലിയ അന്ധനും ബധിരനും ഹൃദയം അടഞ്ഞു പോയവനും ചത്തുപോയവനുമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. യാതൊരു സുബോധം ഇല്ലെങ്കിലല്ലേ എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ഇപ്പം എപ്പം നിങ്ങൾ പ്രവൃത്തിയാൽ രക്ഷ എന്ന് പറയുന്നോ അപ്പം നിങ്ങളൊരു മനുഷ്യനെ എക്സാമ്പിൾ എടുക്കേണ്ടി വരും. ആ മനുഷ്യൻ അപ്പോഴും പരാജയപ്പെട്ട ഒരാളായിരിക്കും, അയാളെ എക്സാമ്പിൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് വിശ്വാസം മാത്രമെന്ന് എംഫസൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് പോകുള്ളൂ. അതല്ലെങ്കിൽ അതിന് താഴെയുള്ളൊരു മനുഷ്യൻ്റെ നീതിയിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ കർത്താവിൻ്റെ വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊന്നും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്ത് ഫെയ്ത്താണ് നമ്മളെ ശരിക്കും രക്ഷിക്കുന്നത്? പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ. ഓക്കെ, ഞാൻ പണ്ട് 2013 ഒരു ചർച്ചിൽ, എറണാകുളത്തുള്ളൊരു ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ, ഏജിയുടെ ചർച്ച അതങ്ങ് പറഞ്ഞേക്കാം, അപ്പോൾ പിന്നെ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഏജിയുടെ ചർച്ച ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, വൈകിട്ട് 8:15 ആ സമയം, ഏതാണ്ട് ഈ സമയമാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളുടെ ദേശത്ത് മാനിക്കും, ഓക്കെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കും, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും, നിങ്ങളുടെ പിന്നെന്താ ഉള്ളത്, നിങ്ങളെ വാലല്ല തലയാക്കും. 100% ഉറപ്പുള്ളവർ കൈവെക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവക്കി. എല്ലാവർക്കും നല്ല ഉറപ്പാണ്. കാരണം പ്രവാചകന്മാർ തലേദിവസം വന്ന് തലയെ കിടിച്ച് കുലുക്കി ഉറപ്പിച്ചു വിട്ടതാണ്. അടുത്ത ചോദ്യം, ഇപ്പോൾ 9:20 UAE ടൈം, നോക്കണ്ട, ക്ലോക്കിൽ കറക്റ്റാണ് പറഞ്ഞത്. 9:22 കർത്താവ് വന്നാൽ 100% സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളൊരു കൈവെക്കാൻ പറഞ്ഞു. ഒരൊറ്റ ആൾ പോലും ഇല്ല. ഞാൻ പുറകോട്ട് നോക്കി, ഒരു 5-6 പാസ്റ്റർമാരിപ്പുണ്ട്, ആരും കൈവക്കിട്ടില്ല. എല്ലാവരും ഭയങ്കര ഹമ്പിളാണ്. അവരങ്ങനെയൊന്നും സ്വർഗത്തിൽ പോകാൻ റെഡിയായിട്ടിരിക്കുമല്ല. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം എന്ന് അവർക്കറിയാം. പക്ഷേ ഈ പ്രത്യാശയ്ക്ക് പകരം ഒരു മോഹങ്ങളെ വെച്ചിരിക്കുക. അപ്പോൾ അത് പതുക്കെ പതുക്കെ ഇവന്മാരെല്ലാം കൂടെ പറഞ്ഞ് പ്രസംഗിച്ചത് മോഹിക്കുന്നതിൻ്റെ ഉറപ്പൊന്നാക്കി മാറ്റിയത് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തിൽ ആർക്കും വിശ്വാസം ഇല്ലെങ്കിലും 2024 പുഷ്ടിയുടെ വർഷമാണെന്ന് ഏതോ ഒരാൾ പറഞ്ഞത് നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസം അട്ടിമറിക്കപ്പെട്ടു. കർത്താവ് പറഞ്ഞ് നമുക്ക് വിശ്വാസമില്ല. എബ്രഹാം എന്താ ചെയ്ത്? എബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ അവനിലേക്ക് നോക്കാതെ കർത്താവ് പറഞ്ഞു വിശ്വസിച്ചു. നമ്മളോട് കർത്താവ് പറഞ്ഞു ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുന്നു പറഞ്ഞപ്പോൾ നമ്മളത് വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ഞാനിത് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വരികയില്ല. ഇത് വരുത്താനുള്ള പരിശ്രമമാണിത്. വചനത്തിൻ്റെ കേൾവിയല്ല വിശ്വാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം, അല്ലേ? അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. അതായത് ഞാൻ എന്തിനു വേണ്ടി പ്രത്യാശിക്കുന്നോ അതിൻ്റെ ഉറപ്പ്. അതേസമയത്ത് എന്തിനു വേണ്ടി മോഹിക്കുന്നു അതിൻ്റെ ഉറപ്പല്ല. കാനഡയിലുള്ള വിസയ്ക്ക് തടസ്സം നിൽക്കുന്ന പോരാട്ടങ്ങളെ ശാസിക്കുന്ന അതൊന്നും അല്ല ഫെയ്ത്ത്. അതൊന്നും അല്ല. നിങ്ങൾ കാനഡയിൽ പോയില്ലേലും കുഴപ്പമില്ല. ഈ ദേശാധിപ ശക്തി അവിടെ ഇവിടെ ഒന്നും ഇരിപ്പില്ല കേട്ടോ. അതൊക്കെ കർത്താവിൻ്റെ ക്രൂശിൽ തവിട്ട് പൊടിയാക്കി കളഞ്ഞു.
ഈ ദേശാധിപത്യ ശക്തികളെ വെച്ചൊക്കെയാണ് ഈ പ്രവാചകന്മാർ ജീവിച്ചു പോകുന്നത് ഇന്നത്തെ കാലത്ത്. കാരണം അവിടെ പോരാട്ടം, ഇവിടെ പോരാട്ടം. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, യേശു ക്രിസ്തുവിനേക്കാൾ വലിയ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ബലവും ബഹുമാനവും ശക്തിയും മഹത്വവും കുഞ്ഞാടിന് കൊടുക്കേണ്ടതിന് പകരം എവിടെയോ കിടക്കുന്ന ദുരാത്മാക്കൾക്കും ഭൂതങ്ങൾക്കും അല്ലേ ഇത് വിധിച്ചു കൊടുക്കുക. അവിടെ ഭയങ്കര പോരാട്ടം, ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഭയങ്കര പോരാട്ടം, മൊട്ടയിൽ കൂടോത്രം, ചെമ്പരത്തിപ്പൂവിൽ കൂടോത്രം. രാവിലെ കാണാൻ വീട് തുറക്കുമ്പോൾ ഫ്രണ്ടിൽ ചെമ്പരത്തിപ്പൂവ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു പാസ്റ്ററെ. ഉപവസിച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ടും ഇത് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് വിട്ടിട്ട് അവരുടെ കൂടെ പൊക്കോ, കാരണം ശക്തി അവർക്കാണല്ലോ. ഈ ഒരു ശക്തിയില്ലാത്ത കർത്താവിൻ്റെ പുറകെ എന്തിനാണ് നടക്കുന്നത്? കർത്താവ് നോക്കിയിട്ട് പോലും ഇവനെ ഒന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആലോചിക്കുക. ഈ നിങ്ങൾക്ക് കർത്താവ് ഒരു കാര്യം തരണമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്കൊരു മെസ്സേജ് തരണമെന്ന് വിചാരിച്ചാൽ, ഈ ദേശാധിപത്യ ശക്തി അല്ലാണ്ട് അതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് എന്നാ പറയും? ദേശാധിപത്യ ശക്തി എതിരെ നിൽക്കുക മക്കളെ, നിങ്ങളൊന്ന് കൈയടിച്ച് സ്തോത്രം ചെയ്ത് അതൊക്കെ പൊക്കോളൂ. അങ്ങനെ പറയുമോ കർത്താവ്? പറയോ? വിടുതൽ വേണമെങ്കിൽ കൈയടിച്ചാൽ ഞാൻ വിടുതൽ തരാമെന്ന് കർത്താവ് പറയുമോ? ഇതൊക്കെ ചിന്തിക്കാൻ ഇത്തിരി കിഡ്നി വേണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസം എന്ന് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പെന്നുള്ളത് മാറ്റി മോഹങ്ങളുടെ കുഴിക്കകത്ത്, അത്യാഗ്രഹത്തിൻ്റെ കുഴിക്കകത്ത് കിടന്ന് വിശ്വാസികളാന്ന് പറയുന്ന കുറേ ആൾക്കാർ. ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അടുത്ത ഹോംവർക്ക് വരുന്നുണ്ട്. റോമർ 8:23. എന്താണ് പ്രത്യാശ? വായിക്കും. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അടുത്ത വാക്യം, അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ് എന്ന്, അതായത് ഈ പ്രത്യാശയാലല്ലോ നാം. അപ്പോൾ എന്താണ് പ്രത്യാശ? ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായി നാം കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുന്ന ആ ദിവസത്തിന് വേണ്ടിയായിരിക്കും. അതിനുവേണ്ടി ഉള്ളത്തിൽ ഞെരങ്ങിക്കൊണ്ടുള്ള കാത്തിരിപ്പിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞെരക്കമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 9:25. ഞാൻ 9:50 ഈ പ്രസംഗം നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു 10:50 നിർത്താതെ ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനാണ് ഞെരക്കമെന്ന് പറയുന്നത്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി വഴി നീക്കിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിരുന്ന് എന്താ വരാത്ത, എവിടെ പോയി എന്ന് നോക്കിയിരിക്കുന്ന ആ ഒരു ഞെരക്കം. ഇത് കർത്താവ് വരാമെന്ന് പറഞ്ഞു പോയിട്ട് അവന് വേണ്ടി അങ്ങനെ ഞെരക്കത്തോടെ ആ ഉള്ളിൽ തോന്നുന്ന ഞെരക്കം, എന്താ കർത്താവെ താമസിക്കുന്നു എന്നുള്ള ഞെരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനൊരു ഞെരക്കം സഭകളിലില്ല. കർത്താവിന് വേണ്ടിയുള്ള വാക്കുകൊണ്ടും പാട്ടുകൊണ്ടും കാത്തിരിക്കുമായിരിക്കാം, പക്ഷെ ഹൃദയം കൊണ്ട് കർത്താവ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഇന്ന് ഒത്തിരി കുറവാണ്. ഞങ്ങളുടെ കൂട്ടായ്മയുള്ളൊരു ഡോക്ടർ, ഒരു ലേഡി, ഹസ്ബൻഡിൻ്റെ ഡോക്ടറാണ്. അദ്ദേഹം ആ സിസ്റ്റർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു കാര്യം പറയണ്ടേ. എന്താണ്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ 18-19 വർഷം, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, 18 വർഷമായി. അന്ന് മുതൽ ഞങ്ങൾ കാത്തിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടി? കർത്താവ് വരാൻ വേണ്ടി. രാവിലെ എഴുന്നേറ്റാലും വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴെല്ലാം ഞങ്ങൾ പറയും, കർത്താവേ ഇന്ന് എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കാതെ നിൻ്റെ വരവിന് ഒരുങ്ങുന്ന എങ്ങനെയെന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാൻ സഹായിക്കണേന്ന് പറഞ്ഞാണ് കഴിഞ്ഞ 18 വർഷവും ജീവിച്ചത്. എന്നിട്ട് എന്നോട് പറയുക, ഇനി നമ്മുടെ സമയത്തെങ്ങാനും വരാതിരിക്കുമോ എന്ന് ഓർക്കുമ്പോൾ പേടിയാകുന്നു. എന്നിട്ട് പറയാം, ചിലപ്പോൾ നമ്മുടെ പിള്ളേരുടെയൊക്കെ കാലത്തായിരിക്കും വരുവുള്ളായിരിക്കും അല്ലേ. ഇതിനെയാണ് ഞെരക്കമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഞെരക്കം ഇസ്രായേലിൽ പോലും കേട്ടിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഇങ്ങനൊരു സാധനം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ആരെങ്കിലും ഇങ്ങനെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശയോടെ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ അവൻ കൊണ്ടുപോകും എന്നുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസികളെല്ലാം ഒന്ന് കൈപൊക്കിക്കും. പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഇപ്പോൾ പാസ്റ്റർമാർ തന്നെ വിശ്വാസികളല്ലെന്ന് പറയാൻ തുടങ്ങി. പണ്ട് തിരുവല്ലയിൽ എങ്ങാണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാസ്റ്റർ ഇരിക്കുമായിരുന്നു. പുള്ളിയുടെ ക്ലീൻ ഷേവൺ ഫേസും വെള്ളവസ്ത്രമൊക്കെ കണ്ടിട്ട് ഒരാളൊന്ന് നടത്തി ചോദിച്ചു, പാസ്റ്റർ അല്ല, സോറി, വിശ്വാസി അല്ലേന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അല്ലല്ല, പാസ്റ്ററാന്ന്. കാരണം
ഈ വിശ്വാസം എന്ന് പറയുന്ന കൂട്ടത്തോടെ വേരോടെ പറഞ്ഞു പോയേക്കോ. ആർക്കും പ്രത്യാശ ഇല്ലെങ്കിൽ പിന്നെ പ്രത്യാശയുടെ ഉറപ്പെന്തിനാ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കും ഗസ്റ്റ് പാസ്റ്റർ അല്ലേ, കിടക്കട്ടെ ഒരു പ്രസംഗം. അല്ല, നമ്മൾ ആലോചിക്കും ഹാർവെസ്റ്റ് എന്തായാലും ദൈവത്തിൻ്റെ വചനമല്ലേ. എന്തായാലും ദൈവത്തിൻ്റെ വചനമല്ല. എന്തായാലും ദൈവത്തിൻ്റെ വചനമാണോ? അല്ല. നിങ്ങൾക്കൊരു പ്രസംഗം കേൾക്കുമ്പം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വിട്ട് സ്വർഗത്തിൽ പോയാൽ മതി കർത്തവ്യം തോന്നുവാണെങ്കിൽ അത് ആത്മാവിൽ വന്നതാണ്. ഇവിടെ തന്നെ കിടന്നാൽ മതി, ഇതാണ് സ്ഥലം എന്ന് നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രസംഗത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ആലോചനയോടെ കമ്മ്യൂണിക്കേറ്റ് ഓർത്തോ അവൻ വിശാലമായ വഴിയുടെ ആളാണ്. സന്തോഷമായോ? അപ്പോൾ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് ഇവിടെ പിടിച്ചിടാനുള്ള പരിപാടിയാണ്, പ്രത്യാശയെ തകർക്കുന്നതാണ്, ഇത് സൂക്ഷിക്കണം. ഇങ്ങനെ വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഞങ്ങളൊന്നും വിഷമം അറിയത്തില്ല, ഞങ്ങൾ ഈ ഗൾഫിൽ ഒന്ന് കഷ്ടപ്പെട്ട് ജോലിയില്ല, വിസയില്ല, ഇതിനൊക്കെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, കർത്താവ് തക്ക സമയത്ത് തരും. അതും നോക്കിയിരുന്ന് അതും കാണുകയില്ല ഇതും കാണുകയില്ല. ഓക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ പ്രത്യാശയെക്കുറിച്ച് കേട്ടെങ്കിലും എത്ര പേർക്ക് പ്രത്യാശ ഉണ്ടായി? അങ്ങനെ കാര്യമായിട്ട് വലിയ പ്രത്യാശ ഒന്നും ഉള്ളതായിട്ട് നിങ്ങളുടെ മുഖം നോക്കിയിട്ട് തോന്നില്ല. നിങ്ങളിങ്ങനെ ഇരിക്കുന്നതായിരിക്കും. എങ്കിലും നമുക്ക് എങ്ങനെയാണ് ഈ പ്രത്യാശ ഉണ്ടാകുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരണം. എബ്രായ ലേഖനം പ്രത്യാശയുടെ ഒരു ലേഖനമാണ്. ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ലേഖനമാണ്. ഞാൻ റോമാലേഖനം വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഏറ്റവും ഭയങ്കര കാര്യം. പക്ഷേ എബ്രായ ലേഖനം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ കർത്താവേ എന്താ ഒരു എഴുത്ത്. നിങ്ങൾ കേട്ടോ, എബ്രായർ 6:13 മുതൽ വായിക്കണ്ട, കാരണം 13 എബ്രഹാമിൻ്റെ കഥയാണ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു ഇപ്പം തന്നെ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് മറന്നു പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് 18-ാമത്തെ വാക്യം എന്നിട്ട് വായിക്കാം. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യാശ വെച്ചു, ഇനി അത് പിടിക്കണം. നിങ്ങളെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ അടുത്ത വാക്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കേണ്ട വരുന്നു. തെറ്റിപ്പോയി. അത് തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിനൊരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കണ്ട, ഇപ്പം നിങ്ങളെ ബൈബിളിലേക്ക് തന്നെ നോക്കിക്കോ. കാരണം ആ വാക്യം ഓർത്തിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കേട്ടാൽ പോരാ, ബൈബിളിലെ കണക്ഷൻ പോരുത്. ആ വാക്യം നോക്കിക്കോ. നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യാശ വെച്ചു, അതിന് പിടിക്കണം. ശരണത്തിനായി ഓടി വന്ന നാം, ശരണം എന്തിനു വേണ്ടിയാ ശരണം? കർത്താവെ എനിക്ക് പ്രത്യാശ പിടിക്കാൻ പറ്റുന്നില്ല, നീ തന്നെ ശരണം, നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വരുന്ന നാം എന്ത് കിട്ടി നമുക്ക്? മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ളൊരു പ്രബോധനം പ്രാപിക്കുവാൻ. അപ്പോൾ അങ്ങനെ വരുന്നവരെല്ലാം ദൈവം എന്താ പറയുന്നറിയോ? ഇങ്ങ് വന്നേടാ, ചെന്നു 2 കാര്യങ്ങളാൽ ഞാൻ നിനക്ക് ശക്തിയുള്ളൊരു പ്രബോധനം തരുന്നു. ആ പ്രബോധനം കേട്ട് കഴിഞ്ഞാൽ പ്രത്യാശയായി. ഓക്കെയാണോ? ആ പ്രത്യാശ. അപ്പം ഈ പ്രത്യാശ എവിടെ നിന്നാണ് വരുന്നത്? പ്രത്യാശ വരുന്നത് നമ്മളിൽ നിന്നല്ല, പ്രത്യാശ വരുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിന്നാണ്. നമ്മൾ വായിക്കാൻ വിട്ടുപോയ 17-ാമത്തെ വാക്യം, 18 തൊട്ട് നമ്മൾ വായിച്ച 17 വായിച്ചേക്ക്. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് കാണിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. അപ്പോൾ ദൈവം എങ്ങനെ പ്രത്യാശ ഉറപ്പിക്കുന്നത്? ആണയിട്ടാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുന്നത് ദൈവം ഒരാണയിടുന്നത് പോലെയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആണയുടെ വാഗ്ദത്തം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യാശ പോകത്തില്ല. മനസ്സിലായി? അപ്പം നമുക്ക് പ്രത്യാശ എവിടെ നിന്ന് വരും? ദൈവം നമ്മോട് ഇടുന്ന ഒരാണയാണ് നമ്മുടെ പ്രത്യാശയുടെ ആധാരം. അതിനകത്ത് 2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. 2 കാര്യങ്ങൾ അല്ലേ? മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ. അടുത്ത വാക്യം. ആ പ്രത്യാശ, അപ്പൊ എവിടെ നിന്ന് വരുന്ന പ്രത്യാശ? ഈ ആണയോട് കൂടിയ ശക്തമായ ഒരു പ്രബോധനം എന്ന് പറഞ്ഞാൽ, ഞാൻ പോവോ കർത്താവേ? ഞാനല്ലടാ നിന്നോട് പറഞ്ഞത് നീ പോകുമെന്ന്, ഞാനിത് ആണയിട്ട് പറയുന്നു, നീ പോകും.
ഇങ്ങനെ കേൾക്കുന്നവൻ പിന്നെ സംശയിക്കുമോ? പിന്നെ സംശയിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. കർത്താവ് നമ്മളോട് പറഞ്ഞു ആണയിടരുതെന്ന്, എന്നിട്ട് കർത്താവ് ആണയിട്ടു. ഞാൻ ആലോചിച്ചു എന്ത് പണിയാണ് കർത്താവ് നമ്മളോട് ചെയ്യരുതെന്നൊരു കാര്യം പറഞ്ഞിട്ട് ദുഷ്ടനിൽ നിന്നാണ് ആണ വരുന്നതെന്ന് പറഞ്ഞിട്ട് കർത്താവ് ആണയിടേണ്ടി വന്നില്ലേ? നമ്മൾ എപ്പോഴാണ് ആണയിടേണ്ടി വരുന്നതെന്നറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആണയിടാറുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോകാറുണ്ട്. കാരണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് അല്ലേ ആണയിടുന്നത്. ഇപ്പം ഞാൻ പറയുമ്പം ജോർജ് പാസ്റ്റർ പറയാം, ചെയ്സ് പാസ്റ്റർ പറഞ്ഞല്ലേ അതിനി സംശയിക്കാനൊന്നുമില്ല, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ആണിടേണ്ടി വരുമോ? ഇടേണ്ടി വരുമോ? ഇങ്ങനെ പറയാണല്ലോ ജോർജ് പാസ്റ്റർ, ചെയ്സ് പാസ്റ്റർ പറഞ്ഞില്ല അതുകൊണ്ട് അത്ര അങ്ങോട്ട് വിശ്വസിക്കേണ്ട എന്ന് പറയുകയാണെങ്കിലോ ഞാൻ ആണയിട്ട് മടുക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആണയിടുമ്പോൾ അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന ഒന്നും ഏൽക്കുന്നില്ല എന്നല്ലേ. അതുകൊണ്ടല്ലേ ആണയിടുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാൽ യെസ് എന്നായിരിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് ആണയിടേണ്ടി വരികയില്ല. കാരണം എന്താ? അവൻ പറഞ്ഞല്ലേ അങ്ങനെ ആയിരിക്കും എന്ന് ഒരു വിശ്വാസ്യത നമുക്കുണ്ടാവും. എന്നിട്ട് കർത്താവ് എന്തിനാണ് ഇട്ടത്? കർത്താവ് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അബ്രഹാമിനോട് പറഞ്ഞതിനേക്കാളും കഷ്ടമാണ്. എബ്രഹാമിനോട് സന്തതി ഉണ്ടാവുന്നില്ല പറഞ്ഞുള്ളൂ. എന്നെപ്പോലൊരു വൃത്തികെട്ട ഒരുത്തനെ സ്വർഗത്തിലിരുത്തുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അപ്പോൾ കർത്താവ് ഇത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുകയില്ല, കേട്ടാലും വിശ്വസിക്കുകയില്ല. കർത്താവ് പറഞ്ഞു ഇന്നായിരിക്കുന്ന ആണ പിടിച്ചോ, ഞാനാണ്. അതിന് മുകളിലത്തെ വാക്യം ചെയ്തിട്ടുണ്ട്, ആരും ആണ ഇടുമ്പം തങ്ങളെക്കാൾ മൂത്ത വലിയവരെ കൊണ്ടാണ് ആണ ഇടുന്നത്. 16-ാം വാക്യത്തിലുണ്ട് അല്ലേ? തന്നെ ഇപ്പം നമ്മളാരും നമ്മളാരും നമ്മുടെ വീട്ടിലെ പൂച്ചയാണെ സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യത്തില്ല. നമുക്ക് വലിയ ആൾക്കാരെ ചൊല്ലി സത്യം ചെയ്യുള്ളൂ. അമ്മയാണെ സത്യം, അപ്പനാണെ സത്യം, അങ്ങ് പോയി കർത്താവാണേ സത്യം, ഇങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ അതിനകത്ത് നമ്മളെക്കാൾ ചെറിയവരെ കൊണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനമില്ല. അപ്പോൾ ദൈവം നോക്കിയപ്പോൾ ദൈവത്തിന് ദൈവത്തെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? അവന് മുകളിൽ ആരുമില്ല. അപ്പോൾ കർത്താവ് അവനെ ചൊല്ലി പറയാണ്, ഞാനാണായിട്ട് നിന്നോട് പറയുന്നു നീ സ്വർഗത്തിൽ പോകും. ഓ, ഇത് കേട്ടിട്ട് എനിക്ക് ഒട്ടും അങ്ങ് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? എൻ്റെ കയ്യിലിരിപ്പ് വളരെ മോശം. അപ്പോൾ കർത്താവ് പറയാണ് 2 കാര്യങ്ങൾ ഇതാ പിടിച്ചോ. ആണയ്ക്കകത്ത് എന്തുണ്ട്? 2 കാര്യങ്ങൾ. ഒരു ശക്തമായ പ്രബോധനം. അടുത്ത വാക്യം പറയാണ്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. ഈ നങ്കൂരം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആങ്കർ, ANCHOR, ആങ്കർ. ആങ്കർ പഴയ ആങ്കർ സ്വിച്ചിനകത്തൊക്കെ കാണാം ഒരു ആങ്കർ. എങ്ങനെ അതിൻ്റെ ഷേപ്പ് എന്താ? നമ്മളൊരു W സങ്കല്പിക്കുക. ഡബ്ല്യുവിൻ്റെ നടുക്കുള്ള എന്താണ് പറയുന്നത്, മൂക്കോ? ഇത് നേരെ മുകളിലോട്ടൊരു ലോങ് റോപ്പ്, ഒരു അയൺ റോപ്പ്. ഓക്കെ, അയണാണോ മെറ്റാലിക്ക. ഇത് മുകളിൽ നിന്ന് താഴോട്ടൊരൊറ്റ എയറാണ് ഈ കപ്പലിരിക്കുന്ന കപ്പിത്താനിൽ. എന്തിനു വേണ്ടിയാ? താഴെ പോയി പാറയിൽ ഉടക്കണം. ആ ഉടക്കി നിന്ന് കഴിഞ്ഞാൽ കപ്പൽ അവിടെ നിന്നോളും. ശരിയല്ലേ? അതേസമയത്ത് കപ്പിത്താൻ തോന്നുമോ ഈ താഴോട്ട് ഇടണ്ട, നമുക്ക് നേരെ കപ്പലിൻ്റെ തന്നെ കൊടിമരത്തിലേക്ക് എറിഞ്ഞേക്കാം. ഏതാ? നങ്കൂരം. കപ്പൽ എവിടെയെങ്കിലും നിൽക്കുമോ? നമ്മൾ സ്വർഗത്തിൽ പോകാൻ എങ്ങനെ ഇരിക്കുന്നറിയോ? നമ്മളിൽ തന്നെ പ്രത്യാശ വെച്ചിരിക്കുക. നാളെ ഞാൻ നന്നാവും, അടുത്ത ആഴ്ച നന്നാവും. അപ്പോൾ എങ്ങോട്ടായി പ്രത്യാശ എറിഞ്ഞേക്കുന്നത്? നമ്മുടെ നേരെ തന്നെ എറിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യാശ ഇല്ലാതായിരിക്കുക. നമ്മൾ അതിലേ ഒഴുകുന്നു. നാളെ ഇങ്ങോട്ട് വരുന്നു, ഒരു പ്രവാചകൻ വരുമ്പോൾ അടുത്ത് വരുന്നു, അയാൾ പോയി കഴിയുമ്പോൾ നമ്മുടെ വഴിക്ക് പോകുന്നു. പിന്നീട് വചനം കേൾക്കുമ്പോൾ 2 ദിവസം ചൂടായി നടക്കുന്നു, പിറ്റേ ദിവസം തണുത്ത് പോകുന്നു. ഇങ്ങനെ പോയി നമ്മളിൽ ഈ നങ്കൂരം കിടക്കുന്നതുകൊണ്ട് ആർക്കും പ്രത്യാശയില്ല. സമ്മതിച്ചോ? ഇവിടെ പറയുന്ന ഈ നങ്കൂരം എന്ന് പറയുന്നത്, അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അപ്പം നിങ്ങൾ ഇതുവരെ 2 കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പോവാണ്. ഈ നങ്കൂരത്തിന് 2 ഹുക്കാണ് ഉള്ളത്. ശരിയല്ലേ? ആണോ? അതുകൊണ്ടാണ് നങ്കൂരമായിട്ട് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബൈബിളിലെ ലാംഗ്വേജ്, ആത്മാവിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഇത് പലപ്പോഴും സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ നങ്കൂരം എങ്ങോട്ട് പോയിരിക്കാൻ നോക്കിയേ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിനൊരു നങ്കൂരം തന്നെ. അപ്പോൾ ആത്മാവിന് കപ്പലിന് നങ്കൂരം എന്ന് പറഞ്ഞ പോലെ ആത്മാവിനൊരു നങ്കൂരം. ആ നങ്കൂരം എങ്ങോട്ടാണ് പോയിക്കെന്ന് നോക്കിയേ? അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്ക് അകത്തേക്ക് കിടക്കുന്നതുമാകുന്നു. അപ്പോൾ തിരശീലയ്ക്ക് അകത്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ്, കാണാത്ത സ്ഥലത്തേക്കാണ്. ഇപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും. അപ്പോൾ കാണാത്ത സ്ഥലത്തേക്ക് എന്താ പോയിരിക്കുന്നത്? ഈ നങ്കൂരം പോയിരിക്കുന്നത് തിരശീലയ്ക്ക് അപ്പുറത്താണ്. സമ്മതിച്ചോ? ഈ തിരശീലയ്ക്ക് അപ്പുറത്ത് ആരുണ്ടെന്ന് നോക്കിയേ? അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം
എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 2 ഹുക്ക് ആരുടെ കയ്യിലിരിക്കുന്നത്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതന്റെ കയ്യിലാണ് ഈ 2 ഹുക്കും ഇരിക്കുന്നത്. അത്രയും മനസ്സിലായി, പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഈ മഹാപുരോഹിതൻ നമ്മുടെ 2 ഹുക്കും, ആ പ്രത്യാശയുടെ 2 ഹുക്കും പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന നിശ്ചയവും സ്ഥിരവുമായ ഒരു പ്രത്യാശയാണ്. അത്ര ക്ലിയർ അല്ലേ? ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്നറിയോ? 7:21 വായിച്ചു നോക്കി. കണ്ടോ? അപ്പൊ സത്യം ചെയ്തേക്കുന്നത് എവിടെയാ കിടക്കുന്നത്? ഈ സത്യം, രക്ഷയുടെ ആണ എവിടെയാ കിടക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്മേലാണ് കിടക്കുന്നത്, അല്ലേ? അങ്ങനല്ലേ? ഇവൻ ആണയോടുകൂടി തന്നെയാണ് പുരോഹിതനായത്. അടുത്ത വാക്യം വായിച്ചേ. ഇട്ട ആണയോടുകൂടി തന്നെ. അപ്പൊ നമ്മുടെ 6-ാം അധ്യായം നമ്മൾ കണ്ടത് ഈ ആണ അല്ലേ? 7-ാം അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആണ എന്താണ്. അത് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട ഒരാണയാണ്. ഓക്കെ ആണോ? അത്രയും ക്ലിയർ അല്ലേ? അപ്പൊ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് 2 കാര്യങ്ങളാലുള്ള ആണ എന്ന് പറയുന്നത് ശരിക്കും യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ്. സമ്മതിച്ചോ? ഒരു പുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ പെട്ടെന്ന് പറ. ഒന്ന് യാഗം കഴിക്കുന്നു, മറ്റൊന്ന് പക്ഷപാതം ചെയ്യുന്നു. 2മാണ് പുരോഹിതൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. യാഗത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. ആദ്യത്തെ ഹുക്ക്, ഓക്കെ, എബ്രായ ലേഖനം 13:11 വായിച്ചു. മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്ത് ചുട്ടുകളയുന്നു. അപ്പം രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്നു, ഈ മൃഗത്തിന്റെ ഉടൽ എവിടെ കിടക്കുന്നു? പാളയത്തിന് പുറത്ത് കിടക്കുന്നു. അപ്പോൾ രക്തം വേറെ, ഉടൽ വേറെ. ഉടൽ പാളയത്തിന് പുറത്തും, രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് അകത്തേക്ക് പുരോഹിതൻ എടുത്തുകൊണ്ട് പോകുന്നു. അടുത്ത വാക്യം. അങ്ങനെ തന്നെയാണ് യേശുവിന്റെ കാര്യം. യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് വെളിയിൽ വെച്ച്, അപ്പം നഗരവാതിലിന് വെളിയിൽ വെച്ച് ആ മൃഗത്തെ പോലെ കർത്താവിൻ്റെ ശരീരം കഷ്ടം സഹിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം എന്ത് ചെയ്യുമായിരുന്നു? മൃഗത്തിൻ്റെ രക്തം എങ്ങോട്ട് പോകുമായിരുന്നു? മഹാപുരോഹിതൻ അതിനെടുത്തുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുമായിരുന്നു. അപ്പൊ കർത്താവിൻ്റെ രക്തം എന്ത് ചെയ്യുമായിരുന്നു? എബ്രായ ലേഖനം 9:11 വായിച്ചു നോക്കി. ഇതൊന്നിച്ച് വായിക്കുമ്പോൾ വേറൊരു ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ അല്ലേ തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കടന്നിട്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒറ്റ പ്രാവശ്യം കർത്താവ് വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്ന് അവൻ്റെ രക്തം അവിടെ അർപ്പിച്ചപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് AD 29 പറയാൻ പറ്റില്ല, കാരണം ഈ സൃഷ്ടിയിലല്ല. അത് ലോകത്ത് നടക്കുമ്പോൾ, ഭൂമിയിൽ നോക്കുമ്പോൾ, ടൈമിൽ നോക്കുമ്പോൾ AD 29 ആയിരിക്കാം. പക്ഷെ നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഈ രക്തം അർപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് AD 29 വരെയുള്ള പാപങ്ങൾക്കല്ല വർക്ക് ചെയ്യുന്നത്. എപ്പം നോക്കിയാലും സൂര്യൻ നമ്മുടെ തലയുടെ മുകളിൽ കാണാമെന്ന് പറയുന്ന പോലെ ടൈം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ വലുതായി മരിക്കുന്നവരെയും എപ്പം നോക്കിയാലും ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തായതുകൊണ്ട്, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായതുകൊണ്ട്, നിത്യമായൊരു സ്ഥലത്തായതുകൊണ്ട് ഈ രക്തം കണ്ടിന്യൂസ് ആയിട്ട് അർപ്പിക്കപ്പെടുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. ഒറ്റ പ്രാവശ്യം അർപ്പിക്കുന്നുള്ളൂ, പക്ഷെ എപ്പം നോക്കിയാലും നമുക്കത് കാണാം. ആ വഴി തുറന്നു കിടക്കുന്നു. നമ്മൾ എബ്രായ ലേഖനം 10:19 വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിലൊരു പുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചേക്കണേ, നാം ദുർമനസാക്ഷി നീങ്ങുമാർ. എന്താ ദുർമനസാക്ഷി? മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? നിനക്കൊരു മനസാക്ഷി ഇല്ലേടാ എന്ന് ചോദിക്കുന്ന, നീ ചെയ്ത പാപത്തെക്കുറിച്ചൊന്നൊരു ബോധമില്ലേ എന്നുള്ള അർത്ഥത്തിലല്ലേ ചോദിക്കുന്നത്. ദുർമനസാക്ഷി എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള ഓവർ ബോധമാണ്. അതായത് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വേണം, ഓവർ ബോധം പിശാച് തരുന്നത്. അതായത് എപ്പോഴും നീ ശരിയല്ലല്ലോ ആൾ,
നിന്നെ നീ നന്നാവാനൊന്നും പോകുന്നില്ല, നിന്നെ ഒന്നും ദൈവം പണ്ടേ തള്ളിക്കളഞ്ഞതാണ് എന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് ദുർമനസാക്ഷി. ദുർമനസാക്ഷി വന്നു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പോക്കാതെ നിങ്ങളൊക്കെ എനിക്ക് അത് പതുക്കെ അവർ ചർച്ച ചെയ്ത് അങ്ങ് പോവുക, പിന്നെ അവർ ആ വഴിക്ക് വരത്തില്ല. ഇത് ദുർമനസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ദുർമനസാക്ഷി വിട്ടിട്ട് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകിയവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അടുത്ത വാക്യം, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എപ്പം നോക്കിയാലും ഈ ഡോർ നമുക്കായിട്ട് തുറന്നു കിടക്കുന്നതുകൊണ്ട് എത്ര വലിയ പാപാവസ്ഥയിലാണ് നിങ്ങളിപ്പം ചിന്തിച്ചാലും ദുർമനസാക്ഷിയാൽ പിടിക്കപ്പെട്ട് പുറകോട്ട് പോകരുത്. ആ രക്തം ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാഗത്തിൻ്റെ ഗുണങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു പ്രത്യാശയുടെ ഒരു ഹുക്ക് കിട്ടിയോ? ഒരു ഹുക്കിൽ പിടുത്തം കിട്ടിയോ? കിട്ടിയില്ല, ഒന്നും അനങ്ങുന്നില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഈ യാഗം നമുക്കായി നിത്യതയിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും ഈ പാപമോചനം നമ്മൾ എബ്രായർ 10:14 കൂടെ വായിച്ചേ. എബ്രായർ 10, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും. അപ്പോൾ ഒരു ഏകയാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് കാലമില്ലാത്തത് കൊണ്ടാണ് അല്ലേ? അച്ഛന്മാർ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് എന്തുണ്ട്? കാലമുണ്ട്. എന്നാൽ കർത്താവ് അർപ്പിക്കുന്ന കുർബാനയ്ക്ക് കാലമില്ല. അച്ഛന്മാരുടെ കുർബാന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർത്തഡോക്സുകാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ വന്ന് ഒടുക്കത്തെ ഒപ്രൂഷ്മ എന്ന് പറഞ്ഞ് ഒരു കുർബാന തന്നിട്ട് കണ്ണുകൊണ്ട് ചെയ്ത പാപം, മൂക്കുകൊണ്ട് ചെയ്ത പാപം, വായ കൊണ്ട് ചെയ്ത പാപം എല്ലാം ബന്ധിച്ച് എന്നെ മരിക്കാൻ വിടും. ഞാൻ അന്നേരം ഒന്നും മരിക്കില്ല. ഞാൻ 2 ദിവസമൊക്കെ അത് ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ടാണ് മരിക്കുന്നത് മനസ്സുകൊണ്ട്. അപ്പോൾ ആ പാപം ഒഴിച്ച് ബാക്കി എല്ലാ പാപവും പോയി. അത് ഈ ഒപ്രൂഷ്മ എടുത്ത ശേഷമുള്ള പാപം മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം പോയല്ലോ. അപ്പം നോക്കുമ്പോൾ എഫക്റ്റീവ് ആണെങ്കിൽ 9-ാം ദിവസം അച്ഛൻ വന്ന് ഒരു കുർബാനകൾ നടത്തും. അപ്പോൾ ആ പാപം കൂടെ പോയി കാണുമല്ലോ, പോയി കാണും. പക്ഷെ പോവില്ല. അച്ഛൻ 40-ാം ദിവസം പിന്നെയും വരും, വർഷം പിന്നെയും വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, അച്ഛാ ഇത് എന്തെങ്കിലും തീരുമോ? ആർക്കറിയാം. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പാപം ചെയ്യാൻ ഞാനില്ല, ഞാൻ പോയി, എന്നാൽ കുർബാനകൾ തീരുന്നില്ല. ശരിയല്ലേ? അപ്പോൾ യാതൊരു വാഗ്ദത്വവും ആവർത്തിക്കപ്പെടുന്ന കുർബാനകളിലില്ല. അപ്പോൾ കർത്താവ് പറയാണ്, അങ്ങോട്ട് നോക്കുകയേ വേണ്ട. കാരണം ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാതെ അതേ ഞങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രയോജനമില്ല, ഒരു വാഗ്ദത്വം ഇല്ല. എന്നാൽ ഏകയാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ വാഗ്ദത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തേക്കും അത് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതകാലം മുഴുവൻ എല്ലാ സമയത്തും ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ദുർമനസാക്ഷിയുള്ളവർ അകന്നു നിൽക്കേണ്ട കാര്യമില്ല. ആ ഡോർ നമുക്ക് ഇപ്പോഴും തുറന്നു കിടക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും കുറ്റബോധത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ കർത്താവ് പറയാണ്, നീ അങ്ങനെ വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാ കൃപയുടെ വാതിൽ നിനക്കായി തുറന്നിരിക്കുന്നു. ഇനിയാണ് രണ്ടാമത്തെ ഹുക്ക്. ഈ രണ്ടാമത്തെ ഹുക്ക് എന്ന് പറയുന്നത് മധ്യസ്ഥതയാണ്. എബ്രായർ 7:25 വായിച്ചു നോക്കി. ആണയെക്കുറിച്ച് പറഞ്ഞ ശേഷം അവിടെ പറയുന്നതാണ്. എബ്രായർ 7:25 വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ. അപ്പോൾ ഒരു മധ്യസ്ഥൻ അവിടെ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ചില ആൾക്കാർ വിചാരിക്കും പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ദൈവം കേൾക്കുന്നു. അങ്ങനെ പ്രത്യേക മധ്യസ്ഥന്മാരൊന്നും ഇല്ല. അത് നമുക്ക് തോന്നുന്നത് പ്രത്യേക മധ്യസ്ഥൻ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പ്രാർത്ഥന. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ ഇടയിൽ ഗ്യാപ്പിൽ ഞാൻ കയറി നിൽക്കുമല്ല. ഞാനും ദൈവത്തിനിടയിലുള്ള നിങ്ങളും ദൈവത്തിനിടയിലുള്ള ഗ്യാപ്പിൽ ഞാൻ കയറി നിൽക്കുമല്ല. ആ ഗ്യാപ്പൊക്കെ കർത്താവ് പണ്ടേ അടച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. 2 പേർ ഐകമത്യപ്പെടുക. പുതിയ നിയമത്തിലെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണ്. ഞാൻ കർത്താവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, പിതാവേ യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കേൾക്കുന്നില്ല. അവസാനം ഞാൻ തങ്കു ബ്രദറിൻ്റെ അടുത്ത് പോയി. തങ്കു ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ. തങ്കു ബ്രദർ പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ നല്ല മധ്യസ്ഥനാരാ? പറ. എന്തൊരു കഷ്ടമല്ലേ. കത്തോലിക്കർക്ക് ഇങ്ങനെ കുറേ മധ്യസ്ഥന്മാരുണ്ട്. നേരിട്ട് ക്രിസ്തുവിനോട് പറഞ്ഞാൽ കർത്താവ് കേൾക്കില്ല. അതുകൊണ്ട് അവർ അന്തോണീസ് പുണ്യാളം വഴിയും കന്യാമറിയം വഴി പോകും. നമ്മളും അതേ പരിപാടി തുടങ്ങി. അത് മരിച്ചുപോയ മധ്യസ്ഥന്മാരാണ്. ഓക്കെ. 5 രൂപ കൊടുത്താൽ അവർക്ക് സമാധാനിക്കും. ഇവിടെ 5,000-5,000 കൊടുത്താലും തൃപ്തരാകാത്ത ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാരെ ഇന്ന് ആശ്രയിക്കുന്ന എന്ത് വ്യത്യാസം. നമുക്ക് ആ കൃപാസനത്തിലേക്ക് ധൈര്യമായി അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. നമ്മൾ അകന്നകന്ന് പോയി കത്തോലിക്ക പള്ളി പോലായി. പാസ്റ്റർമാർ കുർബാന ചൊല്ലുന്നു, നമ്മൾ ബാക്കിൽ നിന്ന് കേൾക്കുന്നു. എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് നമ്മൾ കിടന്നുറങ്ങുന്നു.
പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. ഇപ്പം ഞാൻ ചെന്ന് കർത്താവിനോട് നിങ്ങളുടെ കാര്യം പറഞ്ഞാലൊന്നും കർത്താവ് കേൾക്കുകയില്ല. കാരണം ഞാൻ ചെന്ന് നിങ്ങൾക്ക് മധ്യസ്ഥനൊക്കെ ചെന്നാൽ ഒരു ഭയങ്കര രസമായിരിക്കും. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലെ പിള്ളേർ അവിടുത്തെ ഒരു സാറിൻ്റെ വീട്ടിൽ തേങ്ങ മോഷ്ടിക്കാൻ കയറി. തേങ്ങ മോഷ്ടിച്ച് വിൽക്കാനൊന്നുമല്ല, കരിക്ക് കുടിക്കാൻ വേണ്ടി കയറിയത്. രാത്രി സിനിമ കാണാൻ വന്നിട്ട്. പക്ഷേ ഈ സാറിൻ്റെ വീട്ടിൽ സ്ഥിരം മോഷണം ഉണ്ടായിരുന്നുണ്ട്. പുള്ളി എല്ലാത്തിനും ഇലക്ട്രിക് സപ്ലൈ കൊടുത്തായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നടന്ന കാര്യമാണ്. ഇവന്മാർ പോയി തെങ്ങിലോട്ട് പിടിക്കലും എല്ലാം ഷോക്ക് അടിച്ച് വീണു. സാറൊന്ന് ലൈറ്റിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തു. ഈ സീൻ ഒന്ന് ആലോചിച്ചെങ്കിൽ ഇത് സാറല്ല, ഒരു ജഡ്ജാന്ന് വിചാരിച്ചോ. അതിൻ്റെ പോലീസുകാർ വിളിച്ചുകൊണ്ട് വന്നു. ഇവരെല്ലാം കൊണ്ട് കേസ് കൊടുത്തപ്പോൾ അഡ്വക്കേറ്റ് വാദിക്കുവാണ്, ഇവൻ എത്ര ഡീസൻ്റാന്ന് പറയും, ഇവൻ്റെ ഈ കാര്യം ഒന്ന് സെറ്റിലാക്കി കൊടുക്കണം. ജഡ്ജി എന്ന് പറയുമ്പോൾ ജഡ്ജി ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കും, നിനക്ക് ഇവനെ അറിയാവോ? പിന്നെ വളരെ നല്ല മനുഷ്യനാണ്, കണ്ടില്ല എന്ത് പാവമായിട്ട് നിൽക്കുന്നത്. ഇവനെ ഞാൻ നേരിട്ട് കണ്ടതാണ്, എൻ്റെ തേങ്ങ ഇടാൻ കയറിയത്. കാരണം ഈ ജഡ്ജിനെല്ലാം അറിയാം. നമുക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന മനുഷ്യന് നമ്മളെക്കുറിച്ച് ഒന്നും അറിയാൻ മേല. അപ്പോൾ ജഡ്ജി പറയും, നീ അല്ല ആരിടിവിൽ നിന്നാലും ഞാൻ കേൾക്കുകയില്ല. തന്നെ ഇവനെ രക്ഷിക്കില്ലെന്ന് മാത്രമല്ല, നീ ഇവനേക്കാൾ വലിയ നരകയോഗ്യനാണ് മധ്യസ്ഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എല്ലാത്തിനോട് തൂത്തുപറക്കി ദൂരോട്ട് പറയും, അതൊരു മനുഷ്യൻ്റെ മധ്യസ്ഥത. എന്നാൽ യേശുക്രിസ്തുവോടെ എന്ന് പറയാണ്, ചേസിനെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് പറയും? അല്ലേ? അപ്പം നമുക്ക് ക്രിസ്തു എന്ന മധ്യസ്ഥൻ അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഉറപ്പായാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. പക്ഷെ ഇതെല്ലാം ഫെയ്ത്താണേ. ഫെയ്ത്ത് പോയാൽ ഒന്നും ഉറപ്പില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മൾ അകത്തു പോവും. ഇനി നമുക്കറിയാനുള്ള ഒരേ ഒരു കാര്യം, 2 മിനിറ്റേ ഉള്ളൂ. ഈ 2 മിനിറ്റ് കൊണ്ട് അറിയാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ശരിക്കും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നോ? ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നോ? അങ്ങനെ കർത്താവ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു എല്ലാവരും സ്വർഗത്തിൽ പോകണ്ടേ? അപ്പോൾ ചിലപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലോ? നമുക്കതുകൊണ്ട് ഈ ലാസ്റ്റ് 2 മിനിറ്റിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതിനകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് നോക്കിയോണം, വേറെ ആരുടെയും പേര് നോക്കാൻ സമയമില്ല, നിങ്ങളുടെ പേര് മാത്രം നോക്കാം. ഓക്കെ, വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 17:9 വായിച്ച് ലിസ്റ്റ് വായിക്കാൻ പോണേ. ഇത് മഹാപുരോഹിത പ്രാർത്ഥനയല്ലേ? യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട്. നിങ്ങളുടെ പേര് കണ്ടോ അതിനകത്ത്? ഇല്ല. അവിടെ എൻ്റെ പേരൊന്നും ഇല്ല. ഉണ്ടോ? ആരൊക്കെയാന്ന് എനിക്കറിയാമോ? എനിക്കറിയത്തില്ലല്ലോ. അറിയത്തില്ല. അത് 11 ശിഷ്യന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. 20-ാം വാക്യം വായിച്ച്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ. അതിനകത്ത് നമ്മളുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളുണ്ടോ ഇല്ലയോ? അപ്പൊ നമുക്ക് വേണ്ടി ആദ്യം മധ്യസ്ഥ അണച്ച ആരാ? പ്രാർത്ഥിച്ചത് ആരാ? പിതാവിൻ്റെ അടുത്ത് യേശു ക്രിസ്തു തന്നെയാണ്. ഞാൻ മല്ലപ്പള്ളിയിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ആര് പ്രാർത്ഥിച്ചിട്ട് രക്ഷിക്കപ്പെട്ടത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്, 2000 വർഷം മുമ്പ് കർത്താവ് തന്നെയാണ് എൻ്റെ പേര് പിതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചത്. എത്ര പേർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് മൊത്തം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മധ്യസ്ഥതയ്ക്കകത്തുള്ളവരാണെന്നുള്ള ബോധ്യം കൂടെ നിങ്ങൾക്ക് കിട്ടിയാൽ രണ്ടാമത്തെ ഹുക്കും കൂടെ കിട്ടിയോ ഇല്ലയോ? കർത്താവ് വന്ന സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരൊന്ന് കൈവെക്കി കർത്താവിനെ സ്തോത്രം ചെയ്ത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ പ്രത്യാശ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും കൂടെ പറഞ്ഞിട്ട് 1 മിനിറ്റ് കൊണ്ട് നിൽക്കുക. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. പ്രത്യാശ എന്നാൽ എന്ത്? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകും. അതായത് എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെടും. അടുത്ത വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മല. അപ്പം നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ഓടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? പ്രത്യാശ വേണം. ഇപ്പം പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കാത്ത ആർക്കും വിശുദ്ധിക്ക് വേണ്ടി ഓടാൻ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ, മല കയറാൻ വേണ്ടി ആൾക്കാരിങ്ങനെ പിക്കാക്സ് പോലൊരു സാധനം ഉപയോഗിക്കില്ല. അതിൻ്റെ പേരെന്താണെന്ന് അറിയോ? ഇങ്ങനെ ഒരു എറിഞ്ഞവിടെ കൊള്ളിച്ചിട്ട് ആ റോപ്പിൽ പിടിച്ചാൽ നങ്കൂരം പോലെ തന്നെയുള്ളൊരു സാധനമാണ്. ഏതാ? നിങ്ങളാരും മല കയറാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? മൗണ്ടനിയേഴ്സ് ആരുമില്ല.
അപ്പോൾ അത് ഈ നമ്മളെ നങ്കൂരം കടലിനകത്തിരുന്ന ഇത് മലയുടെ മുകളിലോട്ട് ഇരുന്ന നമുക്ക് കുറച്ചുകൂടെ നല്ല എക്സാമ്പിളാണ്. പിക്കാക്സ് പോലെ ഇരിക്കും, ഇങ്ങനെ വളഞ്ഞിരിക്കും. അതവിടെ പാറയിൽ ഉടക്കിയിട്ട് അത് വലിച്ചു നോക്കും, ഉറപ്പുണ്ടല്ലോ കയറുന്നത്. ശരിയല്ലേ? നിങ്ങൾ എറിഞ്ഞു, പക്ഷേ അവിടെ കൊണ്ടില്ല, ഉറച്ചില്ല. നിങ്ങൾ മുകളിലോട്ട് കയറാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ചുമ്മാ ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒരടി പോലും മുകളിലോട്ട് കയറില്ല. നമ്മൾ എത്ര നാളായി ചാടിക്കൊണ്ടിരിക്കുന്നു, ഒരടി പോലും മുകളിലോട്ട് കയറാത്തതിൻ്റെ കാരണം എന്താ? അവിടെ അത് കിട്ടിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് പോട്ടേന്ന് വെക്കാൻ പറ്റുള്ളൂ. അത് കിട്ടിയെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഇത് പോട്ടേന്ന് വെക്കാനും പറ്റുന്നില്ല, അതും കിട്ടുന്നില്ല ഇതും കിട്ടുന്നില്ലാത്ത അവസ്ഥയിലോട്ട് പോയി. ഞങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്ത് വളർത്തിയൊരു മോളുണ്ടായിരുന്നു. ഈ മോള് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. അവളിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം, അല്ലെങ്കിൽ അവൾ മേലെ ഇത് പറഞ്ഞേക്കല്ലെന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പറയുക, രണ്ടും കൽപ്പിച്ചുള്ള പേര് പറയുന്നില്ല. ഓക്കെ, ഇവിടെ ചെറുപ്പത്തിൽ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവൾക്ക് ചോക്ലേറ്റ് കൊടുക്കും. പക്ഷേ ഇവൾ തിന്നില്ല, ചോക്ലേറ്റ് മാറ്റി വയ്ക്കും. എല്ലാവരും ചോക്ലേറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇവൾ പതുക്കെ തുറക്കും. അപ്പോൾ വേറെ ആരുടെയും ചോക്ലേറ്റ് ഇല്ല. അതാണ് അവളുടെ ആകെയുള്ളൊരു ആശ്വാസം. അപ്പോൾ ഇങ്ങനെ പതുക്കെ എടുത്ത് ചോക്ലേറ്റ് കഴിക്കുക. എല്ലാ ദിവസവും ഇതിങ്ങനെ ആയി കഴിഞ്ഞപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ചോക്ലേറ്റ് പെട്ടെന്ന് തിന്നാമെങ്കിൽ നിനക്ക് വലിയൊരു ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അന്ന് ആ ചോക്ലേറ്റ് വിഴുങ്ങിയത് ആരും കണ്ടില്ല, അത്ര സ്പീഡിലായിരുന്നു. റാപ്പർ തുറക്കുന്ന പോലും ആരും കണ്ടില്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു മെസ്സേജ് എൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം ചോക്ലേറ്റ് പോലെ ഇത് തീർന്നു പോകുന്ന എപ്പോഴാണ് നമുക്ക് അറിയാൻ മേല. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ജീവിക്കുന്നത്. പഞ്ചസാര ഉള്ളത് കഴിക്കരുത്, ശരിയല്ലേ? അത് കഴിച്ചാൽ തട്ടിപ്പോവും, കൊളസ്ട്രോൾ കൂടുതലാണ്, സൂക്ഷിക്കണം. കാരണം ഈ രുചി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മിഠായി പെട്ടെന്ന് എലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ രുചി കൂടുതൽ വരാതെ കടിച്ചു പൊട്ടിക്കാതെ ഈ കവളത്തിട്ട് ആ കവളത്തിട്ട് തട്ടി 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 നമ്മൾ കഷ്ടപ്പെട്ട് ഈ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുക. അതിനിടയ്ക്ക് പറയും, ഈ ഷർട്ടാ അത് കൊള്ളത്തില്ല, എൻജോയ്മെൻറ്റ് പോരാ, രുചി അങ്ങ് ഊറി വരുന്നില്ല. ആൾക്കാർ നല്ല ഷർട്ടൊന്ന് പറയണ്ടേ, എന്നാലേ അതിൻ്റെ രുചി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഷർട്ട് വാങ്ങിക്കാം. ഇങ്ങനെ നമ്മൾ ഈ ലൈഫ് എൻജോയ് ചെയ്യുക. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് വലിയൊരു ചോക്ലേറ്റുമായിട്ട് ഒരിക്കലും രുചി തീരാത്തൊരു നിത്യജീവൻ്റെ ഒരു അത്ഭുതകരമായ രുചിയുമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഇങ്ങ് വാടാന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ എതിരേലും പോട്ടെന്ന് പറഞ്ഞ് ഓടത്തില്ലേ? ഓടില്ലേ? അത് കാണാത്തതുകൊണ്ടല്ലേ നമ്മളിവിടെ എൻജോയ് ചെയ്ത് നശിക്കുന്നത്, അല്ലേ? ഇവിടെ ഈ ലൈഫ് എൻജോയ് ചെയ്ത് നശിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കാണാത്തതുകൊണ്ടാണ്. ഇന്ന് പ്രത്യാശ അബലമായ ഒരവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ആ വിശുദ്ധീകരണത്തിൻ്റെ തലത്തിലേക്ക് ആർക്കും ഉയരാൻ പറ്റാത്തത്. ഈ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം നമുക്ക് വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ, അവൻ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തത്തെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളിലേക്ക് നോക്കാതെ ക്രിസ്തുവിങ്കിലേക്ക് നോക്കി വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ദുർമനസാക്ഷി, കർത്താവെ, അങ്ങോട്ടുള്ള ശത്രുത്വം, സ്വയനീതി, ഇതെല്ലാം വിട്ടുപോയിട്ട് കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ മഹുദ്ധീകരിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.